നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണ്ണ മോഷണം മാസങ്ങളും വർഷങ്ങളും നീണ്ട ഗൂഢാലോചനയുടെയും ഒന്നിനു പിന്നാലെ മറ്റൊന്ന് എന്ന തരത്തിലുള്ള ആസൂത്രണ പരമ്പരകളുടെയും ബാക്കി പത്രം. ഒന്നോ രണ്ടോ അല്ല, കിലോ കണക്കിന് സ്വർണം നഷ്ടപ്പെട്ടിരിക്കാം. സ്വർണ്ണപ്പാളി ശ്രീകോവിലിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് പോലും ഹൈക്കോടതിക്ക് സംശയം. എല്ലാ ഉദ്യോഗസ്ഥരുടെ മാത്രം വീഴ്ചയെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞു നടന്ന മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മുഖത്തേറ്റ അടിയായി ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഉത്തരവ്. ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ചെന്നൈയിലെ കമ്പനിക്ക് സ്വർണ്ണപ്പാളി എത്തിച്ചു കൊടുത്തത് PS പ്രശാന്തിന്റെ നിർദ്ദേശപ്രകാരമെന്ന ഹൈക്കോടതി കണ്ടെത്തൽ നിസ്സാരമല്ല. ബോർഡ് പ്രസിഡന്റ് ആ പദവിയിൽ തുടർന്ന് ഇനി എന്തന്വേഷണം? രാജിവെച്ചൊഴിയാൻ ഇനി എന്തിനു മടി? അയ്യപ്പന്റെ മുതല് കക്കാൻ കൂട്ടുനിന്നവർക്ക് വിലങ്ങ് വീഴുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. രണ്ടായിരത്തി 19 മാത്രമല്ല 2025 സ്വർണ്ണപ്പാളിയിൽ നിന്ന് സ്വർണം കക്കാനുള്ള ശ്രമം നടന്നിരുന്നുവെന്ന ഹൈക്കോടതിയുടെ കണ്ടെത്തൽ അതീവ ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ 2019 2025 സ്വർണ്ണപ്പാളികൾ കൈമാറിയത്. 2025 ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും സംശയ നിഴലിൽ നിർത്തുന്നതാണ് ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഉത്തരവ്. നേരത്തെ പ്രശാന്ത് പലതവണ പറഞ്ഞിരുന്നു, സുതാര്യമാണ് തന്റെ കാലത്ത് എല്ലാം നടന്നിരിക്കുന്നത്. 2019 ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അന്നാണ് സ്വർണ്ണപ്പാളി ചെമ്പ് എന്ന പേരിൽ സ്വർണം പൂശുവാൻ കൊണ്ടുപോയതും തിരിച്ചെത്തിച്ചതും. പക്ഷേ 2025 സെപ്റ്റംബറിൽ അങ്ങനെയല്ല സംഭവിച്ചത്. സുതാര്യമായിരുന്നു. നിയമങ്ങൾ പാലിച്ച് തന്നെയാണ് സ്പോൺസർക്ക് സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണി നടത്താൻ നൽകിയത് എന്നായിരുന്നു. പക്ഷേ ഹൈക്കോടതി അത് അംഗീകരിച്ചിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ കൂടി ബലത്തിലാണ് ഹൈക്കോടതി ഇങ്ങനെയൊരു നിരീക്ഷണം, ഇങ്ങനെയൊരു പരാമർശം ഇന്നലത്തെ ഉത്തരവിൽ നൽകിയിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്പോൺസർക്ക് സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് എത്തിച്ചു നൽകിയത് എന്ന്. അത് അതീവ ഗുരുതരമായ കാര്യമാണ്. വർഷങ്ങൾ നീണ്ട ഗൂഢാലോചനയുടെ ഫലമാണ് 2019 പോലെ തന്നെ 2025 സ്വർണ്ണ മോഷണം നടന്നത് എന്ന വിലയിരുത്തൽ കൂടി ഹൈക്കോടതി നടത്തിയിരിക്കുന്നു. 2019 മറച്ചുവെക്കുന്നതിന് കൂടിയാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ വീണ്ടും ഇങ്ങനെയൊരു ഗൂഢാലോചന നടന്നത് എന്ന സംശയം ഹൈക്കോടതിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2025 സംഭവ വികാസങ്ങളെപ്പറ്റി കൂടി അന്വേഷിക്കുവാൻ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. PS പ്രശാന്തിന് ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിൽ 1 മാസം ശേഷിക്കുന്നില്ല. നവംബർ പകുതിക്ക് അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുകയാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ PS പ്രശാന്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിൽ കാലാവധി നീട്ടി നൽകുവാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. പക്ഷേ ഇനി എങ്ങനെ അദ്ദേഹത്തിന് ആ പദവിയിൽ തുടരാൻ കഴിയും എന്ന ചോദ്യമാണ് ഉള്ളത്. ഇപ്പോൾ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ MS വേണുഗോപാൽ, ശ്രീ നിജേഷ് അരവിന്ദ് എന്നിവർ ചേരുകയാണ്. അഡ്വക്കേറ്റ് BN ഹസ്കറും അല്പസമയത്തിനുള്ളിൽ ചേരും. ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇന്നലത്തെ ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ചെയ്തികളും സംശയകരമാണ് എന്ന്. അപ്പോൾ പിന്നെ ആ പ്രസിഡന്റിന് ആ പദവിയിൽ എങ്ങനെ തുടരാൻ കഴിയും? ഈ പരാമർശം നീക്കണം എന്ന് ആവശ്യപ്പെടാൻ പോവുകയാണ് PS പ്രശാന്ത് ഇപ്പോൾ. ശ്രീ മഞ്ജുഷ്, നമ്മൾ ഈ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ കുറ്റകരമായിട്ടുള്ള ഒരു ഗൂഢാലോചന, ഒരു ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് വളരെ സമഗ്രമായിട്ട് അന്വേഷിക്കണം SIT എന്നാണ് കോടതിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ക്രിമിനൽ കോൺസ്പിറസിയുടെ ഭാഗത്താണ് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കുറിച്ചുള്ള പരാമർശം പോലും വരുന്നത്. കാരണം ആ ഗൂഢാലോചന ഉണ്ട് എന്ന് കോടതി കണ്ടെത്തുന്നതിന് 9 കാരണങ്ങളാണ് പറയുന്നത്. ആ ഗൂഢാലോചനയിലാണ് ഇദ്ദേഹം ഉൾപ്പെട്ടിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ 6ാമത്തെയും 7ാമത്തെയും കാരണങ്ങളിൽ കോടതി പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഫൈൻഡിംഗ് എന്ന് പറയുന്നത് ജൂലൈ മാസം 30 ദേവസ്വം കമ്മീഷണർ ഈ സ്മാർട്ട് ക്രിയേഷൻസിന് ആവശ്യമായിട്ടുള്ള സാങ്കേതിക പരിചയമില്ല, അതുകൊണ്ട് തന്നെ ഈ പാളികളൊക്കെ തന്നെ മെയിൻ്റനൻസ് നടത്തേണ്ടത് പരമ്പരാഗത മാർഗത്തിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ തീരുമാനം അദ്ദേഹം എടുക്കുന്നത് ജൂലൈ മാസം 30 ആണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഓഗസ്റ്റ് 8 ആകുമ്പോൾ അദ്ദേഹത്തിന് മനംമാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ എന്ത് മാറ്റമാണ് അവിടെ ദേവസ്വം കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്? എങ്ങനെയാണ് പൊടുന്നനെ അദ്ദേഹത്തിന് സ്മാർട്ട് ക്രിയേഷൻസിന് ആവശ്യമായിട്ടുള്ള സാങ്കേതിക പരിചയം ഉണ്ട് എന്നൊരു തോന്നൽ വരുന്നത്? എന്തുകൊണ്ടാണ് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ വേണ്ട, ആധുനികമായിട്ടുള്ള മാർഗ്ഗങ്ങൾ മതിയെന്നും അതിന് സ്മാർട്ട് ക്രിയേഷൻസിന് കേപ്പബിലിറ്റി ഉണ്ട് എന്നും ഈ ഒരാഴ്ചയിൽ അദ്ദേഹത്തെ ആരാണ് ബോധ്യപ്പെടുത്തിയത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അതിന് മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടേണ്ടതാണ്. രണ്ടാമതാണ് ഈ ഓഗസ്റ്റ് 21 തിരുവാഭരണം കമ്മീഷണറുടെ ഒരു കത്ത്. ആ കത്തിൽ പറയുന്നത് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പൊട്ടലുണ്ട് എന്നുള്ള ഒരു ഒബ്സർവേഷൻ. ആ ഒബ്സർവേഷൻ ആരുടേതാണ്?
അത് മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരുടേതല്ല. ആ ഒബ്സർവേഷൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പ്രശാന്തിൻ്റെതാണ്. 2, അതുകൊണ്ട് തന്നെ അതിൽ മെയിൻ്റനൻസ് ആവശ്യമുണ്ട്. ആ മെയിൻ്റനൻസ് ഈ സീസണിന് മുമ്പ് പൂർത്തിയാക്കി ഇത് പുനഃസ്ഥാപിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ താല്പര്യം പറയുന്നതും ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ തന്നെ കാര്യങ്ങളാണ്. കാരണം എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഇതുമായി ബന്ധപ്പെട്ട കറസ്പോണ്ടൻസിൽ അതെല്ലാം തന്നെ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനാണ്. അവസാനം അദ്ദേഹം അതിൽ പറയുന്നത് ഈ പ്രവൃത്തികളെല്ലാം തന്നെ സ്പോൺസർ വഴി തന്നെ പൂർത്തീകരിക്കണം എന്നാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നോക്കൂ. അതായത് ഇതിന് പ്രശ്നമുണ്ട്. സ്പോൺസർ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ അല്ലേ? അവിടെ സ്പോൺസർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് പറയുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിന് അവിടുത്തെ ഒരു മുൻപുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിന് മുൻപുള്ള പാരഗ്രാഫുകളിലും അതിനുശേഷമുള്ള പാരഗ്രാഫുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് പറയുന്നുമുണ്ട്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നോക്കൂ മഞ്ജുഷ. അതായത് ഈ ലാസ്റ്റിലത്തെ കറസ്പോണ്ടൻസ് വരുന്നത് തന്നെ ഏതാണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ്. അപ്പോൾ ആ ഓഗസ്റ്റ് മാസത്തിൽ വരുമ്പോൾ അതിൽ നിന്ന് ഏതാണ്ട് 3 മാസം മാത്രമേ ഉള്ളൂ സീസൺ ആരംഭിക്കാൻ. അപ്പോൾ ഒരു കോടതി തന്നെ ഇതിൽ പറയുന്നുണ്ട്, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ടെൻഡറിങ് പ്രോസസ് ഇല്ല. ആൾക്കാരെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള മാർഗങ്ങളും അവിടെ സ്വീകരിക്കുന്നില്ല. അങ്ങനെ വളരെ സംശയകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ മെയിൻ്റനൻസ് വർക്ക് മുഴുവൻ നടക്കുന്നത് എന്നിരിക്കെ 3 മാസത്തേക്കുള്ള ഒരു വിൻഡോയിൽ ഇത് പൂർത്തീകരിക്കണം എന്ന് തീരുമാനിച്ചിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇറക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കൊരു ടെൻഡർ വിളിച്ചിട്ട് ആരെയെങ്കിലും കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ആരൊക്കെയാണോ അവിടുത്തെ നിരന്തരം സ്പോൺസർമാരായിട്ട് വിലസുന്നത് അവരിലേക്ക് തന്നെ ഇത് പോവുക, അവരെ കൊണ്ട് തന്നെ ഈ മെയിൻ്റനൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഈ സീസണിന് മുമ്പ് ഇത് നടത്തുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം സത്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവിടെ വരുന്ന അയ്യപ്പ ഭക്തർക്ക് വിഗ്രഹത്തിലേക്ക് ഒരു ദർശനം കിട്ടുന്നതിന് ഒരു 1-2 സെക്കൻഡ് മാത്രമാണ് കിട്ടുക പീക്ക് സീസണിൽ. അപ്പോൾ ആ സമയത്ത് അവിടെ വരുന്ന ആൾക്കാർ ഈ ദ്വാരപാലകരെ കവർ ചെയ്തിരിക്കുന്ന സ്വർണ്ണപ്പാടുകൾ കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ടല്ല വരുന്നത്. ആ സ്വർണ്ണപ്പാടുകൾ അവിടെ നിന്ന് എടുത്താലും ആ ദ്വാരപാലകർ അവിടെ ഉണ്ട്. ദ്വാരപാലകരെ തൊഴണമെങ്കിൽ നിങ്ങൾക്കല്ലാതെയും സാധിക്കും. അപ്പോൾ സീസണിന് മുമ്പ് ഇത് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഞാൻ നോക്കിയിട്ട് അതിന് ഒരൊറ്റ ലോജിക്ക് മാത്രമേ ഉള്ളൂ. ഇത് എവിടെ പോയി എന്ന് ആരെങ്കിലും ചോദിക്കുന്ന ആ ഒരു ചോദ്യം ഒഴിവാക്കുക. എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് ടെൻഡറിങ് പ്രോസസ്സിൽ കൂടി പോകാതെ നമുക്ക് പതിവായിട്ടുള്ള സ്പോൺസർമാരും അവരെ ഏത് എൻറ്റിറ്റി ഉപയോഗിച്ചിട്ടാണോ ഈ പരിപാടി ചെയ്യുന്നത് അവരിലേക്ക് തന്നെ ഇത് എത്തുകയും ചെയ്യുക. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാബ്സ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരിടത്തും ഇതിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ചുള്ള പരാമർശമില്ല. അദ്ദേഹം പറയുന്നത് എന്താണ്, ഇതിന് നമുക്ക് ആളെ കൊണ്ടുവന്നിട്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ എസ്റ്റിമേറ്റ് നോക്കണമെന്നാണ്. എന്തിനാണ് എസ്റ്റിമേറ്റ് നോക്കുന്നത്? നിങ്ങൾ 40 വർഷത്തേക്ക് 2019 ഈ കാര്യത്തിന് വാറണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് എസ്റ്റിമേറ്റ് നോക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് നിലവിലൂടെ ഒരു വാറണ്ടി ഉണ്ടെങ്കിൽ ആ വാറണ്ടിയെ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്തുകൊണ്ട് ഇതിനൊരു ഫ്രഷ് മെയിൻ്റനൻസ് വർക്കായിട്ട് കണ്ടുകൊണ്ട് അതിനൊരു കോസ്റ്റ് അസൈൻ ചെയ്തിട്ട് ആ കാര്യം കൊടുക്കുമ്പോഴാണ് ഏറ്റവും അവസാനം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കമ്മ്യൂണിക്കേഷൻ ഇങ്ങോട്ട് അയക്കുന്നത്. ഈ സ്ട്രോങ് റൂമിൽ പഴയ ദ്വാരപാലകരുടെ ഇത് സംഭവങ്ങൾ അവിടെ ഇരിപ്പുണ്ട്, അതിങ്ങോട്ട് എടുത്തു തരൂ, അതിൽ നിന്ന് സ്വർണ്ണം എടുക്കാമെന്ന്. നോക്കൂ, ഇതിൽ ഈ വാറണ്ടി കൊടുത്തിരിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടുന്ന കമ്മിറ്റ്മെൻറ്റ് എന്താണ്? ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുക എന്ന് പറയുന്നത് അറ്റ് 0 കോസ്റ്റാണ്. അത് അവരെന്തായാലും ചെയ്യാനായിട്ട് അവർ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ നിന്ന് കൂടുതൽ സ്വർണം കടത്തുകയും ഇതിലുള്ള സ്വർണം വേണമെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നതിനുള്ള ഒരു തട്ടിപ്പ്, അത് ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഒരു പ്രോസസ്സിൽ കൂടി അതിന് അൺനെസസറി ആയിട്ടുള്ള ഒരു സ്പീഡ് കൊണ്ടുവന്ന് അതിൻ്റെ മാർഗത്തിൽ തടസ്സം നിന്നിരുന്ന ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണോ അവർക്കൊക്കെ മനമാറ്റം വരുത്തി ഇത് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് കോടതി പറയുകയും അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടക്കം അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്. അതുകൊണ്ട് കോടതി മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ പ്രശാന്ത് പലതവണയും ഈ ഹൈക്കോടതിയിൽ നിന്ന് ആദ്യ ഉത്തരവ് വരുന്നത് സെപ്റ്റംബർ 9-ാം തീയതിയാണ്. സെപ്റ്റംബർ 9-ഓ 10-ഓ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് അതിന് തൊട്ടടുത്ത ദിവസം PS പ്രശാന്ത് ആദ്യം ഈ സ്വർണ്ണപ്പാളി വിഷയം പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തുന്നത് ഹൈക്കോടതിയുടെ ഈ ഉത്തരവിലൂടെയാണ്, ആദ്യ ഉത്തരവിലൂടെ. അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് ഹൈക്കോടതി ഉത്തരവുകൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ SITയുടെ ആദ്യ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഇന്നലെയും ഒരു ഉത്തരവ് വന്നു. ഈ ആദ്യ ഉത്തരവ് വന്നതിൻ്റെ പിറ്റേ ദിവസം PS പ്രശാന്ത് പറഞ്ഞ വിവരം രസകരമായ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ സ്വർണ്ണപ്പാളികൾ അതിൽ ഈ സ്വർണം പൂശുന്നു എന്ന് പറയുമ്പോൾ മുൻപത്തെ പരമ്പരാഗത രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സ്വർണം വേണം. അതിന് പകരമായിട്ട് ഇപ്പോൾ ആധുനിക രീതിയിൽ അത് ഇലക്ട്രോ പ്ലേറ്റിംഗ് വഴി സ്വർണം പൂശുമ്പോൾ സ്വർണത്തിൻ്റെ അളവ് കുറച്ചു മതി. അതുകൊണ്ടാണ് ഇങ്ങനെ 2025 കൊടുത്തുവിട്ടത് എന്നുള്ള കാര്യമായിരുന്നു. അപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലും വിശ്വാസികളുടെ ഇടയിലും 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. 98-ൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതും, അത്രയും കിലോ കണക്കിന് സ്വർണം വെച്ച് സ്വർണം പൊതിഞ്ഞതും, 2019-ൽ അതേ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ, അത് സ്വർണ്ണപ്പാളികളല്ല ചെമ്പുപാളികളാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വർണം പൂശുവാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടതും. അന്ന് അതിനെക്കുറിച്ച് നമ്മൾക്കൊന്നും അറിയുമായിരുന്നില്ല. അതിനുശേഷമാണ് ഹൈക്കോടതിയുടെ തുടർ ഉത്തരവുകളിലൂടെ ഇതെല്ലാം പുറത്തു വന്നത്. അന്ന് നമ്മളെല്ലാം പറ്റിക്കാൻ വേണ്ടി പ്രശാന്ത് പറഞ്ഞതാണ് ഇങ്ങനെ സ്വർണം ലാഭിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ ഇതെല്ലാം സമ്മതിക്കുകയായിരുന്നു അന്ന് അദ്ദേഹം.
ഈ വിവരങ്ങളൊന്നും നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ സ്വർണം പൂശാൻ കൊടുത്തുവിട്ടു എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. പിന്നെ ഓരോ തവണയും അദ്ദേഹം ഹൈക്കോടതി ഉത്തരവുകൾ വരുമ്പോൾ മാറ്റി മാറ്റി പറയുന്നു. അദ്ദേഹം പറയുന്നു അന്വേഷണം നടക്കട്ടെ, എൻ്റെ കാലത്തൊന്നും സംഭവിച്ചിട്ടില്ല, 2019 സംഭവിച്ചതെന്ന് ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്തും PS പ്രശാന്ത് ഇപ്പോൾ പ്രസിഡന്റായ ഈ സമയത്തും സുതാര്യമല്ല എന്നതിന് ഉദാഹരണമാണ് ഹൈക്കോടതിയുടെ നിർണായകമായ കണ്ടെത്തൽ. ശ്രീ MS വേണുഗോപാൽ, താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ? PS പ്രശാന്തും ഈ കേസിൽ ശരിക്കും പ്രതിയാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും ആ രീതിയിലാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ നിർദ്ദേശങ്ങൾ, ഇന്നലത്തെ ഓർഡറിൽ വന്നിരിക്കുന്നത്. ഹൈക്കോടതി വളരെ സീരിയസ് ആയിട്ടാണ് ഈ കേസിനെ എടുത്തിരിക്കുന്നത് എന്നുള്ളത് ആ ഉത്തരവിൽ തന്നെ വ്യക്തമാകും. ഈ കേസിനെ ഏതാണ്ട് അവര് കൈകാര്യം ചെയ്യുന്നത്, മുമ്പ് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്, മനോഹർലാൽ ശർമ്മ വേഴ്സസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആൻഡ് അദ്ദേഹം എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിട്ട്. ഇതൊരു കൽക്കരി കുംഭകോണം എന്ന് വേണമെങ്കിൽ പറയാം. സ്വകാര്യ കമ്പനിക്ക് 204 കോൾ ബ്ലോക്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തതുമായി ബന്ധപ്പെട്ട് 1993 മുതൽ 2011 വരെ നടന്ന വൻ കൊള്ളയുടെ ഒരു കോടതി ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് ഞങ്ങൾ നടത്തുന്നതെന്ന് കൂടിയാണ് ഹൈക്കോടതി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത് മുൻവിധി കൂടാതെയും സുതാര്യമായും അന്വേഷണ ലക്ഷ്യം നഷ്ടപ്പെടാതെയും അന്വേഷണ ഏജൻസിക്ക് മുന്നോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ SITക്ക് മുന്നോട്ട് പോകാനായിട്ട് ഹൈക്കോടതി വളരെ ഗൗരവകരമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ആ ക്രൈമിലേക്ക് വരുന്നതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കോടതി ഇതിനകത്ത് ഒന്നൊന്നായി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ SITയുടെ ആ പ്രൊസീഡിങ്സ് വളരെ പ്രോപ്പറും എഫക്റ്റീവും ലോഫുളും ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഉത്തരവ് ഇറക്കുന്നതെന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ദേവസ്വം സർക്കാർ അഭിഭാഷകരെയൊക്കെ പുറത്താക്കി അടച്ചിട്ട മുറിയിൽ ഈ SIT ഓഫീഷ്യൽസുമായിട്ട്, ഇൻവെസ്റ്റിഗേഷൻ ടീമുമായിട്ട് കോടതി നടത്തിയ ആ ഇടപെടൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2019 തട്ടിപ്പിന്റെ ബാക്കിയാണോ 2025? അത് മാത്രമല്ല 2019 കൊള്ള മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയാണോ, മോഷണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയാണോ 2025 ഇങ്ങനെ ചില കാര്യങ്ങൾ ആസൂത്രണം ചെയ്തത് എന്നും ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി CPMന്റെ സംസ്ഥാന സമിതി അംഗമായ K അനിൽകുമാറുമായി സംസാരിച്ചിരുന്നു. ഞാൻ നേരത്തെ രാവിലത്തെ ന്യൂസ് ടൈംസിൽ സംസാരിച്ചിരുന്നു. അതിൽ അദ്ദേഹം ദേഷ്യപ്പെട്ടാണ് ഇങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള മറുപടി നൽകിയത്. ഒന്നും മറച്ചു വെക്കാനില്ല, മാധ്യമ അജണ്ടയാണ് നടപ്പാക്കുന്നത്. ഇവിടെ 2025 ഒന്നും സംഭവിച്ചിട്ടില്ല. PS പ്രശാന്ത് ആ സ്ഥാനത്ത് തുടരാൻ അർഹൻ തന്നെയാണ്. മറിച്ചുള്ള അജണ്ടകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന രീതിയിലാണ് K അനിൽകുമാർ ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടിയൊന്ന് കേട്ടതിന് ശേഷം ചർച്ചയിലേക്ക് വരാം. എങ്ങനെയാണ് PS പ്രശാന്തിനെ വീണ്ടും സംരക്ഷിച്ചുകൊണ്ട് അതേ പദവിയിൽ തന്നെ ഇരുത്തുന്നത്? അദ്ദേഹത്തോട് രാജിവെച്ച് ഇറങ്ങിപ്പോകാൻ പറയണ്ടേ? അല്ല, ഈ ഹൈക്കോടതി എന്ന് പറയുന്നത് അന്വേഷണത്തെ ശരിവച്ചിരിക്കുകയാണ്. അന്വേഷണം ശരിവെച്ച ഹൈക്കോടതിയുടെ നിലപാടിനനുസരിച്ച് PS പ്രശാന്തിന് എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് ഇതുവരെ അന്വേഷണത്തെ കണ്ടെത്തിയിട്ടില്ല. കണ്ടാത്തരത്തുള്ള കാലം പിന്നെ ഇത് രണ്ടു കൊള്ളത്തെ കാലി കൂട്ടുന്നത്. ഹൈക്കോടതി പറഞ്ഞു അന്വേഷണം തൃപ്തികരമാണ്. ഓക്കെ, അപ്പൊ അന്വേഷണം തൃപ്തികരമാണെന്ന് പറയുമ്പോൾ അതിൽ PS പ്രശാന്തിന് പങ്കുള്ളതായിട്ടാണോ കണ്ടത്? അല്ല. അപ്പൊ എങ്ങനെയാണ് ഈ ഹൈക്കോടതി പറയുന്നത് ശരിയാവുന്നത്? ഹൈക്കോടതി ആരുടെയും വാദം കേട്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ 1 മണിക്കൂർ നേരം അടച്ചിട്ട മുറിയിൽ ആരെയും കയറ്റാതെ പോലീസുകാരോട്ട് കോടതി സംസാരിച്ചു. വക്കീലന്മാർ വാദിച്ചോ? ഇല്ല. കൊടുത്ത അവരുടെ കടലാസിൽ ഉത്തരവിട്ടിട്ടുണ്ട്. ആ ഉത്തരവിന്റെ അടിസ്ഥാനം എന്താ? അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കുള്ള നിർദ്ദേശമാണ്. നിർദ്ദേശം അവർ കേൾക്കട്ടെ. നമുക്കൊരു ഉത്തരവ് ബൈൻഡിംഗ് ആകുന്ന എപ്പോഴാണ്? നമ്മളെ കൂടെ കേട്ടിട്ട് തീരുമാനം എടുക്കുമ്പോഴാണ്. ദേവസ്വം ബോർഡിനെ കേട്ടോ? കേട്ടിട്ടില്ല. ഇന്നലെ കോടതി ഉണ്ടായ നടപടി എന്ന് പറയുന്നത് ഇൻ ക്യാമറയാണ്. അതിൽ വക്കീലന്മാരെ പോലും ഇറക്കി വിട്ടു. അങ്ങനെയൊക്കെ കോടതി ചെയ്യാൻ പാടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. വക്കീലന്മാർക്ക് പ്രവേശനമില്ലാത്ത എന്ത് കോടതിയാണ്? ഏതെങ്കിലും റിപ്പോർട്ടുണ്ടോ? നേരിട്ട് വാങ്ങിച്ചാൽ പോരെ. കോടതി പോയി ഇന്ന് എല്ലാവരും പുറത്തിറക്കിയിട്ടാണോ കോടതി നടത്തുന്നത്? നമ്മൾ നടക്കുന്ന കാര്യത്തിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു തരത്തിലും ഇടപെടേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്, മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. അത് കോടതി എന്താണ് ചെയ്തത്? ഉത്തരവിലുണ്ട്. ഉത്തരവ് എന്താണോ അത് നടപ്പാക്കട്ടെ.
അല്ല, ഉത്തരവ് നടപ്പാക്കട്ടെ എന്ന് പറയുമ്പോൾ ഉത്തരവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പങ്കാളിത്തം പോലും പറയുമ്പോൾ നിങ്ങളത് കണ്ണടച്ചിട്ട് അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും കോടതി പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയുമ്പോൾ ഇത് ആരെ വിഡ്ഢിയാക്കുവാനാണ് ശ്രീ കെ അനിൽകുമാർ? ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി അതിലെ രഹസ്യാത്മകത ചോർന്നു പോകാതിരിക്കാൻ മുൻകരുതൽ എടുത്തുകൊണ്ട് അതിൽ പറയാവുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാണ് ഹൈക്കോടതി ഇന്നൊരു ചെറിയ ഇടക്കാല ഉത്തരവ് നൽകിയത്. അതിന് ഉത്തരവല്ലെന്നും കൂടി താങ്കൾ പറയുമോ എന്ന് എനിക്കറിയില്ല. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ 2019 കാര്യം മാത്രമല്ല, അത് അങ്ങനെയാണ്. 2019 നടന്ന വലിയ ക്രമക്കേടാണ്. നിങ്ങളത് ഉദ്യോഗസ്ഥരുടെ തലയിൽ മാത്രമായിട്ട് കെട്ടിവെക്കുകയാണ്. ഉദ്യോഗസ്ഥരും ഭരണസമിതിയുമാണ് ആ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2025 ഇതേ കാര്യം ആവർത്തിക്കുമ്പോൾ ഹൈക്കോടതി പറയുന്നത് എന്താണ്? 2019 മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ മോഷണവും ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന്. മോഷണം എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഈ 2025 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ഹാൻഡ് ഓവർ ചെയ്തു എന്ന് പറയുന്നത്. അത് ക്രമക്കേടല്ലാതെ പിന്നെ എന്താണ് ശ്രീ അനിൽകുമാർ? അത് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലല്ല, ഉണ്ണികൃഷ്ണൻ അല്ലെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി, ഒരു ബൈറ്റ് നേരത്തെ ഉണ്ടായിരുന്നു പ്രശാന്തിന്റെ, ഒരു 2 ആഴ്ച മുമ്പാണ് തോന്നുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ഞങ്ങൾക്ക് അന്ന് തന്നെ മനസ്സിലായതാണ്, ഞങ്ങൾ മാറ്റി നിർത്തിയതാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. മാറ്റി നിർത്തിയ ഒരാൾക്ക് ഇങ്ങനെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എടുത്തു കൊടുക്കുമോ ഇത്? അതെ. അപ്പൊ നിങ്ങളിപ്പോ എത്രത്തോളം വിഡ്ഢിയായിട്ടാണ് ഈ ചർച്ചയിൽ എന്നോട് ചോദ്യം ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായി. വിഡ്ഢിയാക്കുകയല്ല, നിങ്ങൾ സ്വയം വിഡ്ഢിയാകുകയാണ്. എന്ത് ഞാൻ മനസ്സിലാക്കുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തവണ ഈ 2025 ശില്പങ്ങൾ കൊടുത്തു വിട്ടോ? കൊടുത്തു. അല്ല പിന്നെ ആർക്കാണ് കൊടുത്തത്? അല്ലാതെ ആർക്കാണ് കൊടുത്തത്? നിങ്ങളെന്താ മനസ്സിലാക്കി? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെന്നൈയിലേക്ക് എത്തിച്ചു കൊടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെന്നൈ എത്തിച്ചു കൊടുത്തോ? കൊടുത്തോ? എന്റെ എന്ത് മാധ്യമ പ്രവർത്തനം നിങ്ങൾ? പിന്നെ എങ്ങനെയാണ് താങ്കൾ പറയൂ എങ്ങനെയാണെന്ന് പറയൂ. പിന്നെ ആരായിരുന്നു സ്പോൺസർ ആരായിരുന്നു? ഓ, അത് ശരി. ഇപ്പൊ അതാണ് സ്പോൺസർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക. ഞാൻ അങ്ങോട്ട് പറയാം. എന്താണ് ഇത്തവണ നടന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? സ്വയം വിഡ്ഢിയാകാതിരിക്കണം. ഇത്തവണ നടന്നതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അത് കോടതിയും മനസ്സിലാക്കുന്ന എന്റെ ധാരണ. എന്താ ഇത്തവണ നടന്നത്? കോടതിയും വിഡ്ഢിയാണോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കാര്യം നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ കോടതി എന്റെ കൂട്ടേണ്ടതിനാ. ഞാൻ കോടതി പറഞ്ഞു മാത്രമേ പറയുന്നുള്ളൂ. എനിക്ക് കൃത്യമായിട്ട് ഈ കാര്യം അറിയുകയും ചെയ്യാം. താങ്കൾ ഈ വളച്ചു കെട്ടി പറയാതെ പിന്നെ ആരുടെ കയ്യിലാണ് ഇത് എത്തിയത്? അല്ല, ആരുടെ കയ്യിലാണ് എത്തിയത് പറയൂ. എന്തുകൊണ്ട് വിട്ടുതരാം? നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇത്തവണ ആരാണ് ഈ ദ്വാരപാലക വിഗ്രഹം അല്ലെ ശില്പം ചെന്നൈയിൽ കൊണ്ടുപോയത് നിങ്ങൾക്കറിയാവോ? ദ്വാരപാലക ശില്പമൊന്നും അല്ല കൊണ്ടുപോയത്, അതിന്റെ പാളികളാണ് അഴിച്ചെടുത്ത് കൊണ്ടുപോയത്. ശില്പമൊക്കെ അവിടെ ഉണ്ട്. ഓ, അത് ശരി. അപ്പൊ നിങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങാണോ? താങ്കൾ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങി, ഞാൻ അങ്ങോട്ടും പഠിപ്പിക്കാൻ തുടങ്ങും. അതെ, അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ടോ എന്നിട്ട് സംസാരിക്കാം. അല്ല പിന്നെ താങ്കൾ എന്താണ് ഈ പറയുന്നത്? അല്ല, ഈ കോടതി ഉത്തരവ് താങ്കൾ വായിച്ചോ? ഒന്ന് വായിച്ചു നോക്കൂ. താങ്കൾ വായിച്ചു കാണുമല്ലോ, താങ്കൾ അഡ്വക്കേറ്റ് അല്ലേ? ഞാൻ മിസ്റ്റർ നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയും മിസ്റ്റർ. ഇത്തവണ ആരാണ് ഈ പോറ്റിയാണോ ഈ ചെന്നൈയിലേക്ക് നന്നാക്കാൻ കൊണ്ടുപോയത്? ഇവിടുന്ന് കൊണ്ട് പോറ്റിയുടെ കയ്യിൽ കൊടുത്തു. പോറ്റി മറ്റേ എന്താ സ്ഥാപനത്തിന്റെ പേരെന്താണ്? സ്മാർട്ട് ക്രിയേഷൻസിൽ കൊടുത്തു. അതിലൊന്നും ഒരു വ്യത്യാസമില്ല. പോറ്റിയുടെ കയ്യിലാണല്ലോ ഇത് എത്തിയത്, അത്രേ ഉള്ളൂ. പോറ്റിയുടെ കയ്യിലാണല്ലോ ഇത് എത്തിയത്. നിങ്ങൾ വിഡ്ഢിയാന്ന് പറഞ്ഞാൽ കൊണ്ടാ, നിങ്ങൾ വിഡ്ഢിയാസുരനാണ്. വിഡ്ഢിയാസുരനാണെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യം. ഇത്തവണ ശബരിമലയിൽ നിന്ന് ഇത് കൊണ്ടുപോയത് പോറ്റിയല്ല. ഒരു ഘട്ടത്തിൽ പോലും ഇത് പോറ്റിക്ക് കൈമാറിയിട്ടില്ല ഈ പ്രശാന്തിന്റെ കാലത്ത്. അത് മനസ്സിലാക്കാതെയാണ് രാവിലെ ചോദ്യമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. എന്തൊരു മാധ്യമ പ്രവർത്തന ഗതികേടല്ലേ. പിന്നെ താങ്കൾ പറയൂ, ആരാണ് കൊണ്ടുപോകുക? ആർക്കാണ് കൊണ്ട് എത്തിച്ചു കൊടുത്തത്? ആരായിരുന്നു ഇതിന്റെ അല്ലല്ല ആരാണ് ഇടുന്നില്ല? ഓ, അപ്പൊ ഇടനിലയാണോ? ഇതെന്താണ് താങ്കൾ പറയുന്നത്? ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ് ഗ്യാരണ്ടി. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ 2025 ഇത് മെയിൻ്റനൻസിന് വേണ്ടി ഏൽപ്പിച്ചുവെന്ന്. പിന്നെ എന്താണ് താങ്കൾ പറയുന്നത്? നിങ്ങൾ വിഡ്ഢിത്തരം പറഞ്ഞിട്ട് വീണടുത്ത് കിടന്ന് ഉരുളരുത്. ഞാൻ ഉരുണ്ടില്ല, താങ്കൾ ഉരുണ്ട് മറിയുകയാണ്. എന്നാൽ നിങ്ങൾ തലകുത്തി വയ്ക്കുക. ഞാൻ നിങ്ങൾ തലകുത്തി വയ്ക്കണം. മഞ്ജുഷേ, ഞാൻ അല്പമെങ്കിലും വെളിവുണ്ടെന്ന് ഞാൻ പറയുന്നു കേൾക്ക്. മഞ്ജുഷോട് ഞാൻ ചോദിക്കാം. ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ മുഴുവൻ പേർക്കും അറിയാം, ആ ഫയൽ നോക്കുന്ന മുഴുവൻ പേർക്കും അറിയാം, തിരുവാഭരണ കമ്മീഷൻ ചെന്നൈക്ക് പോയോ? എനിക്ക് കസ്റ്റോഡിയൻ തിരുവാഭരണ കമ്മീഷനാണോ? അത് കൊണ്ടുപോയപ്പോൾ ദേവസ്വം ഓഫീസർ ഉണ്ടായിരുന്നോ? അത് കൊണ്ടുപോയപ്പോൾ തന്ത്രിയുടെ അനുവാദം ഉണ്ടായിരുന്നു? അത് കൊണ്ടുപോയപ്പോൾ സ്മിത്ത് അളവെടുത്തോ? അത് കൊണ്ടുപോയപ്പോൾ എഞ്ചിനീയർ ഉണ്ടായിരുന്നോ? ദേവസ്വം വിജിലൻസ് ഉണ്ടായിരുന്നോ?
ഇവർ ഒരുമിച്ചാണ് ഇത് കൊണ്ടുപോയെന്നുള്ളത് ഏത് മാധ്യമത്തിലാണ് വരാത്തത്? നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ? എന്റെ പൊന്ന് അനിൽകുമാർ, ഇത് ആർക്കാണ് കൊണ്ട് കൊടുത്തത് അത് കൂടെ പറഞ്ഞോളൂ. അത്രേ ഉള്ളൂ. ഇത് പറയാം. ഇത് ഹാൻഡ് ഓവർ ചെയ്ത് ആർക്കാണ്? അത്രയും കാര്യം വ്യക്തമായി. അതെനിക്കും അറിയാം എന്റെ പൊന്ന് അനിൽകുമാർ, എനിക്കും അറിയാത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തു എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊണ്ടു കൊടുത്തു, അത്രേ ഉള്ളൂ. ഞാൻ കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞില്ല, അത്രേ. അതിൽ പിടിച്ചു തൂങ്ങണ്ട താങ്കൾ. അപ്പൊ ഇനി ഒരു കാര്യം, ഒന്ന് രണ്ടാമത്തെ പോയിന്റ്, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലല്ല കൊണ്ടു കൊടുത്തത്. അതാണ് നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ വിഡ്ഢിത്തരം. സ്മാർട്ട് ക്രിയേഷൻസ് ഇത്രയല്ലേ ഉള്ളൂ. രണ്ടാമത്തെ വിഡ്ഢിത്തരം സ്മാർട്ട് ക്രിയേഷൻസ്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസ് നമ്മൾ ഇടപെടൽ. താങ്കൾ ഇതൊക്കെ ജനങ്ങളെ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. നിങ്ങളല്ലേ വിഡ്ഢിത്തരം. ഞാൻ ഒറ്റ പാരഗ്രാഫ് വായിക്കാം, അതിനുള്ള മറുപടി താങ്കൾ പറയുമോ? താങ്കൾക്ക് മറുപടി പറ്റുമെങ്കിൽ. ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്ന ആ കാര്യം നോക്കിയിട്ട് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി അല്ല കൊടുത്തുവിട്ടത് എന്നുള്ള കാര്യം താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ഇല്ലയോ? ദ റെക്കോർഡ് റിവീൽസ് ദാറ്റ് അല്ലല്ല, ദേവസ്വം കമ്മീഷണർ പോലും 30/7/2025 പറഞ്ഞതാണ് സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈക്ക് സാങ്കേതികമായിട്ട് വൈദഗ്ധ്യമില്ല, അവർക്ക് കൊടുക്കരുത് എന്ന്. 7 ദിവസത്തിനുള്ളിൽ അദ്ദേഹം ആ ഉത്തരവ് തിരുത്തി. ഇല്ല, ഞാൻ തോറ്റിട്ടൊന്നുമില്ല. ഞാൻ തോറ്റിട്ടില്ല ഏത് സംവാദത്തിനും. ഇക്കാര്യത്തെ കുറിച്ചുള്ള ഏത് സംവാദത്തിനും ഞാൻ തയ്യാറാണ്. ഏത് സംവാദത്തിനും. താങ്കൾ പറഞ്ഞോളൂ, താങ്കൾ മുഴുവൻ പറഞ്ഞു തീർത്തിട്ടേ ഞാൻ ചോദിക്കുള്ളൂ. താൽക്കാലം നിങ്ങൾ ഇവിടെ നിൽക്കുക. അതായത് എന്താ ഇത്തവണ സംഭവിച്ചത്? 2025 സംഭവിച്ചത് ഈ തിരുവാഭരണങ്ങളുടെ കസ്റ്റോഡിയൻ തിരുവാഭരണ കമ്മീഷനാണ്. ആ കമ്മീഷണറുടെ കസ്റ്റഡിയിൽ നിന്ന് ഇത് പുറത്തു പോയിട്ടില്ല. 2, ഇത് അഴിച്ചെടുത്തപ്പോൾ ദേവസ്വത്തിന്റെ സ്മിത്ത് അളവെടുത്തു. എഞ്ചിനീയർ അത് അഴിച്ചെടുക്കുമ്പോൾ അവിടെ ഉണ്ട്. ദേവസ്വത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അവിടെയുണ്ട്. ദേവസ്വത്തിന്റെ വിജിലൻസും അവിടെയുണ്ട്. ഇവരുടെ എല്ലാം മഹസറിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ കൊണ്ടുപോയത്. 3, കൊണ്ടുപോയപ്പോൾ അതിൽ സ്വർണ്ണമെത്ത ചെമ്പെത്ത എങ്ങനെയാണ് അളവുണ്ട്, അത് പിന്നെ CCTVയിൽ എടുത്തിട്ടുണ്ട്. 4, ഇത് കൊണ്ടുപോയത് പോറ്റിയുടെ വീട്ടിലേക്കല്ല, 40 കൊല്ലം വാറണ്ടി തന്ന സ്ഥാപനത്തിലേക്കാണ്. അവിടെ ചെന്ന് ഇവർ ക്യാമ്പ് ചെയ്താണ് പണിയെടുത്തത്. പണിയെടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ സ്വർണത്തിന്റെ പൂശുന്നതിന് കൂടുതൽ സ്വർണം വേണ്ടി വന്നു. എത്രയാണോ കൂടുതൽ വേണ്ടി വന്നത് അത് ആ കമ്പനിയെ കൊണ്ട് മുടക്കിച്ചു. അത് പൂശി തിരിച്ചു കൊണ്ടുവന്ന് 17-ാം തീയതി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തവണ കൊണ്ടുപോയതിലും കൊണ്ടുവന്നതിലും തെറ്റ് പറ്റിയിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഈ 17-ാം തീയതി കൊണ്ടുപോകാൻ ഞാൻ രണ്ട് സംശയം ചോദിച്ചോട്ടെ. ഈ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അത് ആരെ അറിയിക്കണമായിരുന്നു? അല്ല, തിരുവാഭരണ കമ്മീഷണറെ മാത്രമേ അറിയിച്ചാൽ മതിയോ? അദ്ദേഹം മാത്രം മതിയോ? മതി. ഞാൻ പറഞ്ഞു വെച്ചിട്ട് ഇനി ഞാൻ ഉത്തരം പറയാം. അത് അറിയിക്കുന്നതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച പറ്റിയപ്പോ എന്ത് ചെയ്തു? ഹൈക്കോടതിയോട് പറഞ്ഞു. കോടതി ആ ഉദ്യോഗസ്ഥന് മാപ്പ് കൊടുത്തു. എന്താ കാരണം? നടന്ന കാര്യം CCTVയിൽ എടുത്ത് കാണിച്ചു. ശരി, സമ്മതിച്ചു. പക്ഷേ ഹൈക്കോടതി അല്ല മാപ്പ് കൊടുത്തതല്ലേ? ഈ ഉത്തരവിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കൊണ്ടുപോയത് 2019 കൊള്ള, 2019 മോഷണം മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണെന്നാണ്. ഹൈക്കോടതിക്ക് നിലവിൽ അത് ബോധ്യമാണ് സാർ. ശ്രീ അനിൽകുമാർ, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ രണ്ടാമതും കൊടുത്തുവിട്ടത് 2025 കൊടുത്തുവിട്ടതിൽ സംശയമല്ല. അത് 2019 കാര്യം ആവർത്തിക്കുന്നതിന്, അത് മറച്ചു വെക്കുന്നതിന് എന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഹൈക്കോടതി അതേപറ്റിയുള്ള അന്വേഷണം നടത്താൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രശ്നം എന്താണെന്ന് പറയട്ടെ. ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി നിയോഗിച്ച അദ്ദേഹം ഈ വിവരം അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാൻ പാടില്ലായിരുന്നു. നിങ്ങൾ അപ്പോൾ പറയും ഉദ്യോഗസ്ഥരാണ് വീഴ്ച വരുത്തിയതെന്ന്. ഉദ്യോഗസ്ഥരുടെ മേൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ പറ്റില്ല, ഭരണസമിതിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അതിൽ പറഞ്ഞ് ആ ഒറ്റ സെന്റൻസിൽ പിടിച്ച് തൂങ്ങരുത് താങ്കൾ. അപ്പൊ ഞാനൊരു കാര്യം പറയാം, എനിക്ക് തൂങ്ങേണ്ട കാര്യമില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഈ പോറ്റി എങ്ങനെ ഇപ്പൊ പുറത്തു വന്നത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരായിട്ട് പോറ്റി ആരോപണം ഉന്നയിച്ചു. അപ്പോഴല്ല. ഈ സംഭവം വെളിയിൽ വന്നത് 2025 ശബരിമല സന്നിധാനത്ത് നടന്ന രഹസ്യമായിട്ട് രാഖി രാമായണം നടത്തിയ, താങ്കൾ പറഞ്ഞു അത് വളരെ സുതാര്യമായിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയായിരുന്നുവെന്ന്. ഇത് സുതാര്യമല്ല എന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് ബോധ്യമായി. അദ്ദേഹം ഹൈക്കോടതിയെ അറിയിച്ചു. അങ്ങനെയാണ് ഇത് വെളിയിൽ വന്നത്. അല്ലാതെ ഏതാണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നല്ല. നിങ്ങളത് പീഠത്തിലേക്ക് കൊണ്ടുവയ്ക്കാനായിരിക്കും. അതൊന്നുമല്ല. ഈ സ്പെഷ്യൽ കമ്മീഷണർക്കാണ് കൈയടി കൊടുക്കേണ്ടത്. സ്പെഷ്യൽ കമ്മീഷണർ കൈയടി കൊടുക്കണം. പ്രശാന്തിന്റെ കള്ളത്തരമൊക്കെ ഇവിടെ പുറത്തു കൊണ്ടുവന്നത് ഈ സ്പെഷ്യൽ കമ്മീഷണറാണ്. അപ്പൊ എനിക്ക് 2 പോയിന്റ് പറയാനുണ്ട്. ഒന്ന്, ഈ 2019 ഹൈക്കോടതി കമ്മീഷൻ ഇല്ലേ? ഹൈക്കോടതി അതിലേക്ക് അന്വേഷണം പോയി. 2023 കമ്മീഷൻ വന്നത്. 2019 അതുകൊണ്ട് വെളിയിൽ വന്നില്ല സാർ. 2019 വെളിയിൽ വന്നില്ല. 6 വർഷവും അത് രഹസ്യമായിട്ടിരുന്നു. കേക്കൂ സാർ, ഒന്ന് കേക്കൂ. അപ്പോൾ ഈ ഹൈക്കോടതി പറയുന്നതിന് ഒന്നും ഒരു വിലയില്ല എന്നാണോ? ഇന്നലത്തെ ഉത്തരവിൽ പറയുന്ന കാര്യത്തിനൊന്നും ഒരു വിലയില്ലെന്നാണോ താങ്കൾ പറയുന്നത്? ഹൈക്കോടതി പറയുന്നതിന് ഒരു വിലയില്ലെന്ന് പറയില്ല. ഹൈക്കോടതി പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ ചെയ്തത് ശരിയാണ്, അവർ ശരിവെച്ചിട്ടുണ്ട്.
ബാക്കി അന്വേഷിക്കട്ടെ. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ കാര്യം തന്നെയാണ് ഹൈക്കോടതി ഈ പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ശരിയാണെങ്കിൽ, അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ശരിയാണെങ്കിൽ PS പ്രശാന്തിന് ആ പദവിയിൽ ഇരുന്ന് അന്വേഷണം നേരിടാനുള്ള അർഹതയില്ല സാർ. അത്രയേ ഉള്ളൂ. നിങ്ങൾ ദയവ് ചെയ്ത് അദ്ദേഹത്തിന് കാലാവധി കൂടി നീട്ടി നൽകി ഈ വിശ്വാസികളെ അപമാനിക്കരുത്. നവംബർ വരെയാണ് കാലാവധി. അത് കഴിഞ്ഞ് പിന്നെ ആ കസേരയിൽ ഇരുത്തരുത്. അത്രയേ ഉള്ളൂ അനിൽകുമാർ. നിങ്ങളുടെ മാധ്യമങ്ങളുടെ അജണ്ടക്കും ഞങ്ങൾ അതൊരു അജണ്ട തന്നെയാണ് സാർ. അതെങ്ങനെയാ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റും? അല്ലല്ല ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ 400 സംതിങ് ഗ്രാം സ്വർണം ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇമെയിൽ അയക്കുകയാണ്. എന്നിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ആ സ്വർണം ബാക്കിയുള്ളത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചോ? ആ സ്വർണം എങ്ങനെയാണ് ബാക്കി വന്നത്? ഈ പറയുന്ന 2 കിലോഗ്രാം തൂക്കമുള്ള സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി ആ സ്വർണം മുഴുവൻ അരിച്ചെടുത്ത ശേഷമാണ് ഈ പോറ്റി എൻ്റെ ഒരു 400 ഗ്രാം സ്വർണം ബാക്കിയുണ്ട്, 50 പവനുണ്ടെന്ന് പറഞ്ഞ് മെയിൽ അയക്കുന്നത്. നിങ്ങൾ എന്ത് നടപടിയാണ് അന്ന് എടുത്തത്? എന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്ന്. ഈ 493 ഗ്രാം സ്വർണം മിച്ചമുണ്ടെന്നുള്ള ഒരു ഇത് കാണിക്കാവോ? നിങ്ങളിപ്പോ പറഞ്ഞ അടുത്ത മണ്ഡലത്തിലാ. ഇനിയിപ്പോ ഇതെല്ലാം വായിച്ചു കേൾപ്പിക്കണോ താങ്കളെ? അത് നിങ്ങളുടെ ഇല്ല എന്റെ കയ്യിലിരിക്കണോ? ഞാൻ എടുക്കട്ടെ, ഇപ്പൊ എടുക്കാം. നിങ്ങളുടെ ഇല്ലാത്ത അതെ, ഭാഗ്യത്തിന് ആ പേജ് തന്നെ കിട്ടി. ഇൻ സോഫാർ ആസ് ദ സൈറ്റ് അല്ലല്ല നോക്ക് Mr. Unnikrishan Potti was wrongfully permitted by the Devaswam official to retain approximately 409 grams of gold extracted from the gold-cladded frames. The officials were fully aware of this fact, yet took no steps to recover the gold. Notably, an email from Mr. Unnikrishan Potti seeking the board's concurrence to utilize the said gold for the marriage of a girl known to him has been brought to our notice. Consequently, crime number 3701 of 2025 has been registered inter alia under section 403, 406. ഇത് മൂന്നാമത്തെ പേജിലെ 6ാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കണം സാർ. എന്നിട്ട് പറയുകയാണ് പോറ്റി ഒന്നും പറഞ്ഞില്ല എന്ന്, സ്വർണം ബാക്കിയുള്ള കാര്യം. അല്ലല്ല, നിങ്ങൾ വേറെ വഴിക്ക് പോകും. ഞാൻ പറയാം, കൃത്യമായിട്ട് പറയാം. പോറ്റിയുടെ മെയിലില് ഇത്ര ഗ്രാം സ്വർണം മിച്ചമുണ്ടെന്ന് പറയുന്നില്ല. അവിടെ ഉണ്ടായ സ്വർണത്തിൽ അത് ദ്വാരപാലക ശില്പങ്ങൾ പൂശിയ ശേഷം കുറച്ച് സ്വർണം മിച്ചമുണ്ട്. ഇതിൽ മിച്ചം വന്ന സ്വർണ്ണമാണെന്ന് എടുത്ത് പറഞ്ഞായിട്ട് ഞാൻ ആ മെയിൽ കണ്ടില്ല. ഞാൻ ആ മെയിൽ വായിച്ചു നോക്കി. ഈ മെയിലില് അല്ലല്ല, അതൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യപ്രകാരം ഇപ്പൊ സർക്കാരിനെതിരെ എന്തെങ്കിലും ഉണ്ടാക്കാനതുള്ള വകുപ്പൊന്നും ഇതിൻ്റെ അകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക. ഞങ്ങൾ കൃത്യമായിട്ട് നല്ല രാഷ്ട്രീയ ബോധ്യത്തോടെ പറയുകയാണ്, ഒരു കുറ്റത്തിനും ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. ഇതാണ് കെ അനിൽകുമാറിന്റെ വാക്കുകൾ. ശ്രീ നിജേഷ് അരവിന്ദ്, ഹൈക്കോടതിയെ ഞങ്ങൾ കുറ്റം പറയില്ല, പക്ഷേ ഹൈക്കോടതി ഇങ്ങനെ ആയിരുന്നില്ല പറയേണ്ടത്. പിന്നെ അടച്ചിട്ട മുറിയിൽ ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയതിനെയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, കെ അനിൽകുമാറിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ശ്രീ നിജേഷ് അരവിന്ദ്, നിങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രശാന്തിന്റെ രാജി മാത്രമല്ലല്ലോ, പ്രശാന്തിന്റെ അറസ്റ്റ് കൂടിയാണല്ലോ. അല്ല, CPM ഏത് കാര്യത്തിലും അവരുടേതായ ഒരു അന്വേഷണ കമ്മീഷനുണ്ട്. ആ അന്വേഷണ കമ്മീഷനാണ് അവർക്ക് ആവശ്യം. സഖാവ് TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നപ്പോൾ CPM അന്വേഷണം നടത്തി അവർ പ്രഖ്യാപിച്ചു ഇന്ന ആളുകളൊക്കെയാണ് പ്രതി. ഹൈക്കോടതി ശിക്ഷിച്ച ആളുകളൊന്നും പ്രതിയല്ല. ഇനി ദേവസ്വം ബോർഡിന്റെ മോഷണത്തിലും CPMന് ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടാവും. അവരന്വേഷണ കമ്മീഷൻ വെക്കും, എന്നിട്ട് അവസാനം അതിന്റെ വിധി പ്രഖ്യാപിക്കും. എന്നാൽ മിസ്റ്റർ അനിൽകുമാർ, കേരളത്തിൽ ഒരു നീതി ഉണ്ട്, നീതി നടപ്പിലാക്കേണ്ട ഒരു സിസ്റ്റം ഉണ്ട്, ഇന്ത്യ രാജ്യത്തുണ്ട്. ആ സിസ്റ്റത്തിന്റെ അടിയിലേക്ക് നിങ്ങൾ കടന്നു വരണം. നിങ്ങൾ ആദ്യഘട്ടത്തിൽ ചർച്ച വന്ന സമയത്ത് ഇത് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. താങ്കൾ തന്നെ നമ്മൾ ഒരുമിച്ചുള്ള ചർച്ചയിൽ പറഞ്ഞു ഒരുപാട് സ്വർണം അധികമാണ് കിട്ടിയതെന്ന് പറഞ്ഞു. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ദേവസ്വം ബോർഡിനെ പ്രതിയാക്കുന്നു, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ പ്രതിയാക്കുന്നു. അപ്പൊ പറഞ്ഞു 2019 അന്വേഷിക്കട്ടെ. ഇപ്പൊ ഇന്നലെ 25 നിൽക്കുന്നു. ഇപ്പോഴത്തെ ബോർഡിനെ പറ്റി പറഞ്ഞിരിക്കുന്നു, അവരുടെ പങ്കാളിത്തം പറഞ്ഞിരിക്കുന്നു. ഒരല്പം മാന്യത ഉണ്ട് എങ്കിൽ ഒന്ന് രാജിവെച്ച് പുറത്തുപോയി ഒരു നല്ല അന്വേഷണത്തിന് കളമൊരുക്കാൻ CPM ലീഡർഷിപ്പ് തയ്യാറാവണം. നമ്മളൊക്കെ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ വിശ്വാസികളെ അമ്പലവും വിശ്വാസികളൊക്കെ വിശ്വാസമുള്ളവരുടേതാണ്. അല്ലാത്തവർക്ക് അവിടെ കൈയിട്ട് വാരാൻ തോന്നും. ആ കൈയിട്ട് വാരാൻ തോന്നുന്ന ആളുകളെ അതിനകത്തേക്ക് കൊണ്ടുവന്ന് എല്ലാ ഏർപ്പാടും ചെയ്തു കൊടുത്തത് ഈ ദേവസ്വം ബോർഡാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? ഓരോ മെയിൽ അയക്കുന്നു, പോറ്റി അയക്കുന്ന ഓരോ മെയിലും അത് സംവിധാനം ചെയ്യുന്നത് അതിനകത്ത് വെച്ചാണ്. 2024 ഗാന്ധി ജയന്തി ദിനത്തിൽ മെയിൽ അയച്ചു. അതിനകത്ത് ലോക്കറിനകത്തോ ഏതോ അറയ്ക്കകത്തോ കുറച്ച് ദ്വാരപാലക ശില്പം കൂടിയുണ്ട്, അത് എനിക്ക് ഉടനെ തന്നെ തന്നു കഴിഞ്ഞാൽ എൻ്റെ പഴയ പ്രശ്നം തീരുമായിരുന്നു എന്നൊക്കെ മെയിൽ അയക്കുന്ന ഒരാൾ, ഒരു പോറ്റി, എങ്ങനെയാണ് അത് വന്നു ചേരുന്നത്? അതൊന്ന് അന്വേഷിക്കണ്ടേ? അപ്പോൾ ഞങ്ങൾ ക്ലിയർ ആണ്, നിങ്ങൾ പിരിഞ്ഞു പോയിക്കൊള്ളൂ. മിസ്റ്റർ അനിൽകുമാർ, ഞങ്ങൾ പിരിഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതിലേതെങ്കിലും ഒരു അറ്റം കണ്ടിട്ട് മാത്രമേ ശബരിമലയിലെ കള്ളന്മാരെ, കള്ളന് കഞ്ഞി വെച്ചവരെ, കള്ളന് കൂട്ടാളികളെ, ആ കൂട്ടാളികളെ ന്യായീകരിക്കുന്നവരെയൊക്കെ
നിയമത്തിന്റെ മുന്നിലേക്കും ജനകീയ കോടതിയിലും എത്തിച്ചതിന് ശേഷം മാത്രമേ തൽക്കാലം ഞങ്ങൾ പിരിഞ്ഞു പോവാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ശരി, ശ്രീജിത്ത് പണിക്കർ, എങ്ങനെയുണ്ടായിരുന്നു അനിൽകുമാറിന്റെ വിശദീകരണം? അദ്ദേഹത്തിന്റെ ടിപ്പിക്കൽ വിശദീകരണമാണ്. അദ്ദേഹം സാധാരണ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന സമയത്തെല്ലാം തന്നെ അരിയെത്ര എന്ന് ചോദിക്കുന്ന സമയത്ത് പയറഞ്ഞാഴി എന്ന് പറയുന്ന അതേ തരത്തിൽ തന്നെയുള്ള പ്രതികരണമാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹത്തിന് ഇതിൽ എത്രത്തോളം സ്വർണമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിൽ നിന്ന് കവർന്നെടുത്തത് എന്നതിനെക്കുറിച്ച് അതിൽ ഒരു പരാമർശവും ഇല്ല എന്നൊക്കെ വളരെ ആധികാരികമായിട്ട് അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. നോക്കൂ, ഇവിടെ ഇവരുടെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നോക്കൂ. ഇവർക്ക് ഒന്നാമതായിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ടത് സർക്കാരിനെയാണ്. സർക്കാരിന്റെ ഭാഗത്തോ ദേവസ്വം വകുപ്പിന്റെ ഭാഗത്തോ പ്രശ്നമില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി അവരെന്ത് ചെയ്യേണ്ടി വരുന്നു? ദേവസ്വം ബോർഡിനെ ന്യായീകരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ പ്രശാന്തിനെ മാറ്റുകയല്ല, അദ്ദേഹത്തിന് വേണമെങ്കിൽ തുടർച്ച കൊടുക്കാൻ പോലും ഞങ്ങൾ തയ്യാറാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ആരോപണം വന്നിരിക്കുന്ന ഒരാളിനെ വീണ്ടും ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നത് ശരിയാണോ എന്ന് ശ്രീ മഞ്ജുഷ് ചോദിക്കുമ്പോൾ അദ്ദേഹം അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ മാധ്യമങ്ങളുടെ അജണ്ടയ്ക്ക് അനുസരിച്ചിട്ടല്ല സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന്. അപ്പോൾ സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് ഭരണസമിതിയെയും അതിന്റെ പ്രസിഡന്റിനെ വിശിഷ്യ അദ്ദേഹത്തിന് പിന്തുണയ്ക്കേണ്ടി വരുന്നു. പക്ഷേ പ്രശാന്തിനെ പിന്തുണയ്ക്കണമെങ്കിൽ എന്ത് വേണം? അദ്ദേഹത്തിന് ഈ പണി ഏൽപ്പിച്ചിരിക്കുന്ന ആളിനെ കൂടി പിന്തുണയ്ക്കേണ്ടുന്ന ഒരു ദുരന്താവസ്ഥയിലേക്കാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി ന്യായീകരിക്കേണ്ടുന്ന അവസ്ഥ വന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഈ കോൺട്രാക്ട് ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തിരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്ന് അനാവശ്യമായിട്ട് സ്വർണം അടിച്ചുകൊണ്ടുപോയി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് നിങ്ങളുടെ മാത്രം ധാരണയാണ്, നിങ്ങൾക്ക് വട്ടാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നതിന്റെ കാരണം അതാണ്. കാരണം അതിൽ എത്രത്തോളം സ്വർണമാണ് അദ്ദേഹം അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പോലും പറയാനായിട്ട് അദ്ദേഹം തയ്യാറാകുന്നില്ല. അതേസമയം മറ്റു പല ഇടത് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ എന്താ ചെയ്യുക? അവരെല്ലാവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിലേക്ക് കുറ്റം വെച്ചിട്ട്, അല്ലെങ്കിൽ ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് കുറ്റം വെച്ചിട്ട് സർക്കാരിനെയും ദേവസ്വം ബോർഡിലേക്കുള്ള പൊളിറ്റിക്കൽ നോമിനികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അത് പറ്റില്ല, കാരണം ഹൈക്കോടതി തന്നെ നിരീക്ഷണം നടത്തുകയും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ റിപ്പോർട്ട് കണ്ടതിന് ശേഷമായിരിക്കുമല്ലോ ഹൈക്കോടതി ഇത്രയും കാര്യങ്ങളെങ്കിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാറ്റി നിർത്തിയാൽ, അപ്പോൾ അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം കുറ്റം ആരോപിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പ്രശാന്തുമൊക്കെ ആയിട്ടുള്ള ബന്ധം അവിടെ പറയേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ സീനിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റാനും പറ്റില്ല, അങ്ങനെയും സംഭവിക്കുകയാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിലെ പ്രതിയാണ്. അപ്പോൾ ചെകുത്താനും കടലിനും നടുക്കാണ്. പക്ഷേ എങ്കിലും ന്യായീകരണത്തിന് ഒരു കുറവുമില്ല. അല്ല, അവിടെ ഇവർക്ക് പറ്റുന്ന ഒരേ ഒരു മാർഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു നോ എൻറ്റിറ്റിക്ക് ശബരിമലയിൽ ഇത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാനായിട്ട് കഴിയുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ വരും. ആ ചോദ്യത്തിന് CPM-ന് മറുപടി പറയുക എന്നുള്ളത് എളുപ്പമല്ല. അതുകൊണ്ട് അവർക്ക് ആദ്യമൊക്കെ നിഷേധിച്ചുവെങ്കിലും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി ന്യായീകരിക്കേണ്ടുന്ന അവസ്ഥ വരികയാണ്. അതല്ല എങ്കിൽ ആ സ്വർണം അദ്ദേഹം അവിടെ നിന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാമല്ലോ, ദേവസ്വം ബോർഡിനെ കബളിപ്പിച്ചിട്ട് അയാൾ സ്വർണം കൈയടക്കി തട്ടിയെടുത്തു എന്ന് പറയാം. പക്ഷെ അത് പറയാൻ പറ്റുമോ? യുക്തിസഹമായിട്ടുള്ള കാര്യമാണോ അത്? അതിന്റെ കസ്റ്റോഡിയൻ ആരാണ്? ദേവസ്വം ബോർഡാണ്. അപ്പോൾ അതിന്റെ മെഷർമെന്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതും മഹസറിൽ അത് രേഖപ്പെടുത്തേണ്ടതും രജിസ്റ്ററിലാക്കേണ്ടതും ചെയ്യേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? ദേവസ്വം ബോർഡിന്റെയാണ്. അവിടെ അതിൻ്റെതായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടോ? അതെല്ലാം തന്നെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ? ഈ കാര്യങ്ങളെക്കുറിച്ച് കോടതി തന്നെ ഈ ഉത്തരവിൽ പറയുന്നത് എന്താണ്? ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ, ഇതിന്റെ നിയന്ത്രണം, അതിന്റെ സംരക്ഷണം അത് ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഇതൊരു കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയാണ് എങ്കിൽ ആ ഗൂഢാലോചനയിൽ അന്വേഷണം വരേണ്ടത് എവിടെ നിന്നാണെന്ന് പറയുന്നുണ്ട്. ബോട്ടം അപ്പ് അല്ല, ടോപ്പ് ഡൗൺ അന്വേഷണം നടക്കണമെന്നാണ്. അതായത് ദേവസ്വം ബോർഡിന്റെ ഭരണ രംഗത്തുള്ള അതിന്റെ അധികൃതരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് തുടങ്ങി താഴോട്ട് അതിന്റെ അന്വേഷണം ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നടക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ഒഫീഷ്യൽ ആരാണ്? അത് പ്രശാന്താണ്. അപ്പൊ ആ പ്രശാന്ത് മുതൽ താഴോട്ടുള്ള ആൾക്കാരിലേക്ക് അന്വേഷണം പോകണമെന്നാണ് പറയുന്നത്. അത് അതേപടി ടോപ്പിലിരിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട്, ദേവസ്വം മന്ത്രി കൂടിയുണ്ട്. പക്ഷേ അത് നമുക്ക് ആ രീതിയിൽ ഭരണതലത്തിലായതുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് എക്സ്ക്യൂസ് പറഞ്ഞു നിൽക്കാം. നിലവിൽ പ്രശാന്തിനെതിരെയുള്ള പരാമർശം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. വകുപ്പിനെതിരെയോ അല്ലെങ്കിൽ അതിന്റെ മന്ത്രിക്കെതിരെയുള്ള പരാമർശമില്ല. പക്ഷെ ഇവിടുത്തെ ഒരു കാര്യം വളരെ പ്രസക്തമാണ് മഞ്ജുഷ്. ഈ ചർച്ചകളുടെ എല്ലാം ആണിക്കല്ല് എന്ന് പറയുന്നത് അതാണ്. അതായത് ഈ സ്വർണം മാറി ചെമ്പ് തെളിഞ്ഞപ്പോ 2019 തട്ടിപ്പ് പുറത്താകാതിരിക്കാൻ ഇത്തവണ രഹസ്യമായി, ആ വാക്ക് വളരെ പ്രസക്തമാണ്, രഹസ്യമായി ഈ പണി വീണ്ടും പോറ്റിയെയും സ്മാർട്ട് ക്രിയേഷൻസിനെയും ഏൽപ്പിച്ച് സീസൺ തുടങ്ങുമ്പോഴേക്ക് ഇത് തിരിച്ച് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പാണ് അവിടെ നടന്നത്. അവിടെ അനിൽകുമാർ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അനിൽകുമാർ പറഞ്ഞത് ഞങ്ങൾ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടില്ല, പോറ്റിയുടെ കയ്യിലേക്ക് എത്തിച്ചിട്ടുമില്ല, അവിടെ സ്മാർട്ട് ക്രിയേഷൻസുമായിട്ടുള്ള ഇടപാടാണെന്ന്. എത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രയോഗങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
നോക്കൂ, ഇതിൽ വളരെ കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അല്ലെങ്കിൽ വിജിലൻസിന്റെ ആദ്യത്തെ റിപ്പോർട്ടിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, പോറ്റി ഇത് കൊണ്ടുപോകാൻ തന്നെ ആയിരുന്നു ഇരുന്നത്. ഈ ഉത്തരവിൽ പറയുന്നതനുസരിച്ച് തന്നെയാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇളക്കി പോറ്റിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനം. പക്ഷെ അത് അവസാനം പോറ്റിയല്ല കൊണ്ടുപോയത് എന്നതിന് നേരത്തെയുള്ള വിജിലൻസിന്റെ റിപ്പോർട്ടിൽ കാരണം പറയുന്നുണ്ട്. എന്തായിരുന്നു ആ കാരണം? താൻ ഇത് ഒറ്റയ്ക്ക് കൊണ്ടുപോകുമെന്നും തന്റെ കൂടെ ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥർ വരികയാണെങ്കിൽ അവരുടെ ചെലവ് താൻ എടുക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഇവിടെയുള്ള തിരുവാഭരണം കമ്മീഷണർ പറയുന്നത് അങ്ങനെ നിങ്ങൾ കൊണ്ടുപോകണ്ട, ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറയുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഈ പോകുന്ന ആൾക്കാർക്ക് ഊണും വണ്ടിക്കൂലിയും പോറ്റി മേടിച്ചു കൊടുക്കാമായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് എങ്കിൽ ഇതിപ്പോ പോറ്റി ഉൾപ്പെടെ എല്ലാവരും കൂടെ സംഘം ചേർന്ന് പോകുന്ന ഒരു അവസ്ഥയായിരുന്നേനെ. എന്നാലും അത് ന്യായീകരണത്തിന് ഒരു അവസരം ഉണ്ടാക്കി. കാരണം പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടില്ല, പക്ഷേ പോറ്റിയുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുത്തു, അവിടെ നിന്ന് ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിലേക്കും. ശ്രീ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, താങ്കൾ കേൾക്കാമല്ലോ അല്ലേ? ഹസ്കർ കേൾക്കാം. ഹസ്കർ, ഇത് ഏത് വിധത്തിൽ ന്യായീകരിക്കാൻ പറ്റും ഹസ്കർ? കാരണം ഹൈക്കോടതി വളരെ സുവ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഇത് ഹൈക്കോടതിയുടെ ഒരു വിധി തന്നെയാണ്. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തോട് ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിധിയാണ്. അപ്പോൾ ആ വിധിയിൽ ഹൈക്കോടതി സ്വാഭാവികമായിട്ടും ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ ഏതാനും ഭാഗങ്ങൾ കൂടി ഉദ്ധരിച്ചായിരിക്കുമല്ലോ ഈ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിൽ ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പങ്കാളിത്തം സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്, TDB പ്രസിഡന്റ് എന്ന് തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് എങ്ങനെ ആ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് ഈ അന്വേഷണം നേരിടാൻ കഴിയും? കാരണം ഈ രേഖകളൊക്കെ പരിശോധിക്കേണ്ടതുണ്ടല്ലോ കൂടുതൽ അന്വേഷണത്തിന്, പ്രത്യേക അന്വേഷണ സംഘത്തിന്, SITക്ക്. അപ്പോൾ ഇദ്ദേഹത്തെ അവിടെ ഇരുത്തിക്കൊണ്ട് എങ്ങനെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? മഞ്ജുഷ, ഇതിലിപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡിന്റെ ഡിവിഷൻ ബെഞ്ച് വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ സുവ്യക്തമായ ഒരു തീരുമാനം എടുക്കുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൊണ്ട് ഈ കേസിന്റെ അന്വേഷണം നടത്തണമെന്ന് തീരുമാനിക്കുന്നു. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്ന അന്വേഷണത്തെ സംബന്ധിച്ച്, അതിലെ അംഗങ്ങളെ സംബന്ധിച്ച് ഒരു തരത്തിലുമുള്ള ഇന്നുവരെ കളങ്കിതരല്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടീമിനെ ഉണ്ടാക്കും. ദേവസ്വം ബോർഡിന്റെ 2019 മുതൽ 25 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള എല്ലാ ക്രമക്കേടുകളെയോ അല്ലെങ്കിൽ പാളിച്ചകളെ സംബന്ധിച്ചും അന്വേഷിക്കണമെന്ന് ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിക്കുന്നു. ആ നിർദ്ദേശത്തിന്റെ ഭാഗമായി ഇപ്പോഴത്തെ പ്രസിഡന്റ് ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷിക്കണം എന്ന് പറയുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല. ഇതിൽ നാച്ചുറൽ ജസ്റ്റിസിന്റെ വയലേഷൻ ഉണ്ടെന്ന് നിയമപരമായി പരിശോധിച്ചാൽ അതിൽ അക്കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം, ചിലപ്പോ ഒരു തർക്കം ഉന്നയിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇപ്പോ ശ്രീ PS പ്രശാന്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ തന്റെ ഈ ഒരു വിധിയിൽ, ഇടക്കാല ഉത്തരവിൽ ഉണ്ടായിട്ടുള്ള പരാമർശം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു, ഉപഹർജി കൊടുക്കും എന്ന് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നാം മാധ്യമങ്ങളിലൂടെ കേട്ടതാണ്. അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനം അതാണ്. ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് വന്നിട്ടുള്ള സംഭവം, തിരുവാഭരണ കമ്മീഷണർക്ക് അടക്കം വന്നിട്ടുള്ള ക്രമരഹിതമായിട്ടുള്ള പിഴവുകൾ, ആ പിഴവുകളുടെ ഭാഗമായി ദേവസ്വം ബോർഡിനെ കുരിശിലേറ്റുകയും ദേവസ്വം ബോർഡിനെ വിചാരണ ചെയ്യുക എന്ന് പറയുന്നത് നിയമപരമായും രാഷ്ട്രീയപരമായും ശരിയല്ല എന്നുള്ളതാണ് എന്റെ പക്ഷം. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഉദ്യോഗസ്ഥരെ മാത്രം ബ്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരെയും കുറ്റപ്പെടുത്താം, ഉദ്യോഗസ്ഥർക്ക് പങ്കാളിത്തമുണ്ട്, സംശയമില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ട് കൈ കഴുകാൻ ബോർഡ് ഭരണസമിതിക്ക് കഴിയില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരെ നിയന്ത്രിക്കുക, അവരുടെ മേൽനോട്ടം വഹിക്കുക എന്നതുകൂടിയാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് മേൽ ആർക്കാണ് ഉത്തരവാദിത്തമുള്ളത്? ഈ ബോർഡ് ഭരണസമിതിക്ക് തന്നെയാണ്. അത് മാത്രമല്ല, ഉദ്യോഗസ്ഥർ തന്നെയല്ലല്ലോ തീരുമാനമെടുക്കുന്നത്. ഉദ്യോഗസ്ഥ ഭരണമല്ലല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ. അവരുടെ മുകളിലാണല്ലോ ഒരു ഭരണസമിതി ഉള്ളത്. പിന്നെ ഈ ഭരണസമിതിക്ക് എന്താണ് അവിടെ ജോലി? അത് മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്, ഈ സ്പോൺസർക്ക് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി നൽകണമെന്ന് നിർദ്ദേശം നൽകിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശത്തിനനുസരിച്ചാണെന്ന് തിരുവാഭരണം കമ്മീഷണർ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഹൈക്കോടതി എടുത്തു പറയുകയാണ്. ഇത് വിജിലൻസിന്റെ അന്വേഷണത്തിലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണത്തിലും കണ്ടെത്തിയ കാര്യമാണ് സർ. അല്ല, നിശ്ചയമായി അത് ഇപ്പോ തിരുവാഭരണം കമ്മീഷണർ നൽകിയിരിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലും ആണ് ഇപ്പോ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ശ്രീ PS പ്രശാന്തിനെതിരെ ഇത്തരമൊരു പരാമർശം ഹൈക്കോടതി വന്നിട്ടുള്ളതെന്ന് നമുക്ക് മൊഴി മാത്രമല്ല, കത്തുമുണ്ട്, ഉത്തരവുണ്ട്.
ആ ഉത്തരവുണ്ട്. ആ പരാമർശം ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പരാമർശത്തിൽ അത് അങ്ങനെ ഗുരുതരമായ ഹൈക്കോടതി കാര്യമല്ലേ അഡ്വക്കേറ്റ് ബി എൻ ഹസൻ? നിലപാട് ദേവസ്വം കമ്മീഷണർ ആദ്യം ഉത്തരവിടുക, നിർദ്ദേശം നൽകുക, ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിന് സാങ്കേതികമായ വൈദഗ്ധ്യമില്ല, അതുകൊണ്ട് അങ്ങോട്ട് കൊടുത്തു വിടണ്ട സ്പോൺസർ വഴിയെന്ന്. ഈ സ്പോൺസർ എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ. ഗ്യാരണ്ടി അദ്ദേഹത്തിന്റെ പേരിലായതുകൊണ്ടാണല്ലോ അദ്ദേഹം വഴി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും തമ്മിലാണ് 40 വർഷത്തെ ഗ്യാരണ്ടി. 6 വർഷമായപ്പോഴേക്കും പൂശിയ സ്വർണ്ണമെല്ലാം ചെമ്പ് തെളിഞ്ഞു കഴിഞ്ഞു. 6 വർഷം പോലും എടുത്തില്ല. 2004 തന്നെ ഈ കത്തിടപാടുകൾ തുടങ്ങിയതാണ്. മെയിൽ ഇടപാടുകളും ഞാൻ കൊണ്ടുപോയി മെയിൻ്റെനൻസ് ചെയ്ത് തരാം എന്നുള്ളത് പോറ്റി ദേവസ്വം ബോർഡിനെ അറിയിക്കുന്നതൊക്കെ. അതായത് 5 വർഷം, ഈ സ്വർണം പൂശി 5 വർഷം കഴിഞ്ഞപ്പോൾ ചെമ്പ് തെളിഞ്ഞു തുടങ്ങി. അത് പോട്ടെ. അപ്പോൾ ഇക്കാര്യങ്ങൾ ഞാൻ എന്താണ് പറഞ്ഞു വന്നത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണെന്ന് അക്കമിട്ട് നിരത്തുകയാണ് ഹൈക്കോടതി. വെറുതെ ഹൈക്കോടതി ഇത് പറയുന്നതല്ല. ആദ്യം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ കാര്യങ്ങൾ ബോധിപ്പിച്ചു, വിജിലൻസ് ബോധിപ്പിച്ചു, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടുണ്ട്. ദേവസ്വം കമ്മീഷണർ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നിലപാട് മാറ്റി, എന്നാൽ കൊടുത്തു വിടാമെന്നാക്കി. എന്താണ് അതിന് കാരണം? തിരുവാഭരണം കമ്മീഷണറുടെ ഒരു കത്തുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ഈ സ്പോൺസർക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന്. അപ്പോൾ ആരാണ് ഇടപെട്ടത്? ആരാണ് ഈ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് സ്വർണ്ണപ്പാളികൾ എത്തിച്ചു കൊടുക്കുന്നതിന് ഉത്തരവാദി? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ആരാണ് പ്രസിഡന്റ്? PS പ്രശാന്താണ്. അല്ല, ഇതില് മഞ്ജുഷ് വളരെ കൃത്യമായിട്ട് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ സമഗ്രമായ റിപ്പോർട്ടുകൾ ഹൈക്കോടതിയിൽ നിരീക്ഷണത്തിലുമാണ്. ഹൈക്കോടതി അത് വളരെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധനയുടെ ഫലമായിട്ട് ഹൈക്കോടതി ചില നിരീക്ഷണങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് സൂപ്പർവൈസറി ലാപ്സസ്, ഞാൻ അങ്ങനെയാണ് അതിനകത്ത് കാണുന്നത്, അദ്ദേഹത്തിന് സൂപ്പർവൈസറി ലാപ്സസ് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. ആ നിഗമനത്തിലേക്ക് എത്തുക അല്ലാതെ മറ്റേതെങ്കിലും ഒരു ക്രിമിനൽ ഗൂഢാലോചന, ഏതെങ്കിലും ഒരു കുറ്റകൃത്യം നടത്തുന്നതിലേക്ക് ഒരു ക്രിമിനൽ ഗൂഢാലോചന ഇക്കാര്യത്തിൽ ഉണ്ടെങ്കിൽ 2 മനസ്സുകൾ തമ്മിലുള്ള സംയോജനമാണ്, ഏതെങ്കിലും ഒരു കുറ്റകൃത്യം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംയോജനമാണ് ഈ ക്രിമിനൽ ഗൂഢാലോചന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ ഗൂഢാലോചന ഉണ്ടായിട്ടില്ലേ അഡ്വക്കേറ്റ് BN ഹസ്കർ? അവിടെ ശബരിമലയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കമ്മീഷണർ ഇല്ലേ? അദ്ദേഹത്തെ കാര്യങ്ങൾ അറിയിക്കേണ്ടതല്ലേ? ഇങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു ഉദ്ദേശ്യമുണ്ട്, ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കേടുവന്നിരിക്കുകയാണ്, സ്വർണം പൂശേണ്ടി വരും, അത് ചെമ്പ് തെളിഞ്ഞു തുടങ്ങി, അതുകൊണ്ട് അദ്ദേഹത്തെ അറിയിക്കേണ്ടതല്ലേ? അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ല. അത് തന്നെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമല്ലേ? ഇത് ഇന്നോ ഇന്നലെയോ അറിഞ്ഞു തുടങ്ങിയതല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. 2024 തന്നെ ഇതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതാണ്. 2025 ഓഗസ്റ്റ് മുതൽ ജൂലൈ മുതൽ ഉത്തരവുകൾ വന്നു തുടങ്ങിയതാണ്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ ഉത്തരവ് തന്നെ വരുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. ഇതൊക്കെ അറിയാവുന്ന കാര്യമായിട്ട് സ്പെഷ്യൽ കമ്മീഷണറിൽ നിന്ന് എന്തുകൊണ്ട് കാര്യങ്ങൾ മറച്ചു വെച്ചു? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചന ഹസ്കർ. അല്ല, അത് നമുക്ക് പരിശോധിക്കാം. നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലൊരു ഞാൻ പറഞ്ഞ 2 മനസ്സുകളുടെ സംയോജനം ഒരു ക്രിമിനൽ കുറ്റകൃത്യം ചെയ്യുന്നതിന് വേണ്ടി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പരിശോധിക്കണം, അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ആരെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരു നിലപാട് എടുക്കില്ല ഇടതുപക്ഷം എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പറയാൻ കഴിയുക. അപ്പോ ഇതിൽ ഒരു തരത്തിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട കുറ്റാരോപിതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം മാത്രമാണ് അത് തെളിയുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല. കാരണം ഇത് ഈ ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസത്തിനേറ്റ ഒരു മുറിവ് കൂടിയാണ്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാവില്ല. മണ്ഡല മകരവിളക്ക് സീസൺ വരുന്ന കാലമാണ്. ശരിയാണ്, നവംബർ പകുതി വരെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ പദവിയിൽ ഇരിക്കാനുള്ള കാലാവധിയുള്ളൂ. പക്ഷേ അവിടെയും ശ്രമങ്ങൾ നടക്കുകയാണ് അദ്ദേഹത്തിന് സമയം നീട്ടി നൽകുക എന്നുള്ളത്. ഇനി അങ്ങനെ നീട്ടി നൽകിയാൽ അതൊരിക്കലും പുറക്കാനാവുന്ന ഒന്നായിരിക്കുകയില്ല. ശ്രീ MS വേണുഗോപാൽ, ഹസ്കർ പറയുന്ന വിശദീകരണങ്ങൾ താങ്കൾ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഇത് അത്ര ലൈറ്റായിട്ട് അല്ല ഹൈക്കോടതി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഓർഡറിൽ നിന്ന് വ്യക്തമാകുന്നത്. സുപ്രീം കോടതിയുടെ സുപ്രധാനമായ മനോഹർലാൽ ശർമ്മ വേഴ്സസ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ആ വിധിയിൽ തന്നെ സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറയുകയാണ്, ഉന്നത കോടതിയുടെ പരിധിയിൽ അന്വേഷണത്തിൽ സ്വതന്ത്രവും സുതാര്യവും സമയബന്ധിതവും ബാഹ്യ സ്വാധീനവും ഇടപെടലും ഇല്ലാതെയും നീക്കാനുള്ള ഒരു നടപടി കൂടിയാണ് സുപ്രീം കോടതി അവിടെ നടത്തിയത്. അതുപോലത്തെ ഒരു നടപടിയാണ് ഞങ്ങൾ നടത്തുന്നതെന്നാണ്. ഇതൊരു നിസ്സാരമായ ഒരു കള്ളത്തരമായിട്ടോ അല്ലെങ്കിൽ ഒരു കുംഭകോണമായിട്ടോ അല്ല സുപ്രീം കോടതി കണ്ടിരിക്കുന്നത്. ഇന്ത്യയെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ഒരു കോൾ ബ്ലോക്ക് കുംഭകോണം പോലെ ഒരു വലിയ കുഴപ്പമാണെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്തോടെ വ്യക്തമായിട്ട് സുപ്രീം കോടതി പറയുന്നുണ്ട്,
ഇത് പോറ്റിയിൽ മാത്രം അങ്ങനെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ കഴിയില്ല. ഉത്തരവാദിത്തത്തിൽ നിന്ന് ദേവസ്വം ബോർഡിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് സുതാര്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കീഴുദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനും നേതൃത്വത്തിന് കഴിയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ദേവസ്വം ഉന്നതർ മുതൽ വരെയുള്ള എല്ലാവരുടെയും പങ്ക് SIT അന്വേഷിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണപ്പാളിയിലെ കൊള്ള, വിശാല ഗൂഢാലോചന, അധികാര ദുർവിനിയോഗം, ചുമതലയിൽ നിന്നുള്ള വ്യതിയാനം എന്നിവയെല്ലാം അന്വേഷിക്കണമെന്നാണ് ഈ ഓർഡറിൽ വ്യക്തമായിട്ട് പറയുന്നത്. അതുപോലെ മിനിറ്റ്സ് പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഇത് SITയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കണമെന്ന് മാത്രമല്ല, പകർപ്പ് ഹൈക്കോടതിയിൽ നൽകണം എന്നും കൂടെയാണ്. പകർപ്പ് ഹൈക്കോടതിക്ക് കൈമാറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അത് അർത്ഥമാക്കുന്നത്? ഹൈക്കോടതി അത്ര അധികം ഇതിനകത്ത് എന്തെങ്കിലും തിരിമറി നടക്കുമോ എന്ന് സംശയിക്കുന്നു എന്നുള്ളതല്ലേ അത് വ്യക്തമാക്കുന്നത്. SITയുടെ കോപ്പി ബുക്ക് പിടിച്ചെടുക്കാൻ മാത്രമല്ല പറയുന്നത്, കോപ്പി ഞങ്ങൾക്ക് തരണം. എന്തെങ്കിലും വിധത്തിൽ തിരിമറികൾ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയുടെ അനുമതി വാങ്ങാതെയും അതുപോലെ തന്നെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെ അറിയിക്കാതെയും ഒക്കെ ഈ സ്വർണ്ണപ്പാളികൾ 2019-ലും 2025-ലും ഒക്കെ എങ്ങനെ കൈമാറാൻ ശ്രമിച്ചു എന്നൊക്കെ ഉള്ളതാണ്. ശരി, അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന രീതിയിലാണ് ഹൈക്കോടതി ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, മോഷണം എന്നുള്ള വാക്ക് പോലും ഹൈക്കോടതി പ്രയോഗിച്ചിട്ടുണ്ട്. ശ്രീ നിജേഷ് അരവിന്ദ്, ഈ മേൽനോട്ടത്തിലുണ്ടായ ഒരു വീഴ്ച മാത്രമാണ് PS പ്രശാന്തിന് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുകയാണ് ഹസ്കർ. അതിനെ എങ്ങനെ കാണുന്നു? ഈ ഭരണ ചുമതല നിർവഹിക്കുന്നതിൽ ചില വീഴ്ചകൾ സംഭവിച്ചു, അത്രയേ ഉള്ളൂ. അല്ല, നിസ്സാരവൽക്കരിക്കാൻ ആർക്കും സാധിക്കും. യഥാർത്ഥത്തിൽ PS പ്രശാന്ത് ഹൈക്കോടതിയിൽ എന്നെ പരാമർശത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന ഹർജിയാണോ കൊടുക്കേണ്ടത്, അതോ ഞാൻ ഈ സ്ഥാനം ഒഴിയുന്നു എന്ന ഹർജിയാണോ കൊടുക്കേണ്ടത്? ധാർമ്മികമായിട്ടാണ് PS പ്രശാന്തിന് പ്രതികരിക്കാൻ സാധിക്കുകയെങ്കിൽ അദ്ദേഹം പറയണം, എൻ്റെ പേരിൽ പരാമർശം വന്ന സ്ഥിതിക്ക്, എൻ്റെ മിനിറ്റ്സ് പിടിച്ചെടുക്കാൻ പറഞ്ഞ സ്ഥിതിക്ക്, എൻ്റെ ബോർഡിനെ പറ്റി മോഷണവുമായി ചേർത്ത് വെച്ച സ്ഥിതിക്ക് ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നു, അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന് ശേഷം ഞാൻ തിരിച്ചു വരാം എന്ന് പറയാനുള്ള ഒരു ആർജവമാണ് യഥാർത്ഥത്തിൽ പ്രശാന്തൻ കാണിക്കേണ്ടത്. എന്നാൽ പ്രശാന്ത് അത് കാണിക്കുന്നതിന് പകരം എൻ്റെ പേര് അറിയാതെ വിട്ടുപോയതാണ്, എന്നെ ഒഴിവാക്കി തരണം, അറിയാതെയല്ല, ഹൈക്കോടതി സൂക്ഷ്മമായി, വെറുതെ പറയുന്നതല്ല, ഇത്രയേറെ ഭൂകമ്പമായി മാറിയ കേസ് വളരെ സൂക്ഷ്മമായി, വളരെ രഹസ്യമായി, ഓരോ രേഖകളുടെയും അടിസ്ഥാനത്തിൽ, മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ, എടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ, സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ, ഉത്തരവാദിത്തപ്പെട്ട തിരുവാഭരണം കമ്മീഷണറുടെ കത്ത് ഉൾപ്പെടെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇതിൽ പങ്കാളിത്തമുണ്ട്. അങ്ങനെ പങ്കാളിത്തമുണ്ട് എന്ന് ഹൈക്കോടതി പരാമർശിച്ചു പോയതല്ല. ഹസ്കർ പലവട്ടം പറഞ്ഞു പരാമർശിച്ചാൽ വിധിക്കകത്താണ് പറഞ്ഞത്, ജഡ്ജ്മെന്റാണത്, അതിനകത്താണ് പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടതിന് ശേഷം ഞാൻ വീണ്ടും അതിൽ അള്ളിപ്പിടിച്ചിരിക്കും. വിധിയാണ്, ആ പരാമർശമല്ല, അള്ളിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ അന്വേഷണത്തെ ഏതെങ്കിലും രീതിയിൽ അന്വേഷണത്തെ ഒന്ന് വകമാറ്റാൻ അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കാൻ, അന്വേഷണത്തിന്റെ മുകളിൽ നിന്ന് കണ്ണുരുട്ടാൻ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ കിട്ടേണ്ട പല തെളിവുകളും കിട്ടില്ല, കിട്ടേണ്ട പല മൊഴികളും കിട്ടില്ല, കിട്ടേണ്ട പലതും കിട്ടാതിരിക്കും. അതുകൊണ്ട് പ്രശാന്തൻ മാറി നിൽക്കണം. പിന്നെ പ്രശാന്തൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യും എന്ന ഒരു ധാരണയില്ല. നമ്മൾ കണ്ട പഴയ പ്രശാന്ത് അല്ല. നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ അയ്യപ്പ സംഗമത്തിൽ ഇൻകുലാബ് വിളിച്ച ആ പ്രശാന്ത്, മുഷ്ടി ചുരുട്ടി സ്വാമി ശരണം വിളിച്ച പ്രശാന്തിനെ നിയന്ത്രിക്കുന്നത് കേരള ഭരണമാണ്. CPM-നകത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു സംവിധാനം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു ഇൻഡിപെൻഡന്റ് ബോഡി ആയിക്കൊണ്ട് ഏതെങ്കിലും ഒരു ബോർഡ് മാറി നിൽക്കുക, അത് നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടില്ല. CPM-ന്റെ പാർട്ടി, അത് പഞ്ചായത്ത്, സാധാരണഗതിയിൽ പഞ്ചായത്ത് മെമ്പറെ അല്ലെങ്കിൽ ബാങ്ക് ഡയറക്ടറെ, സൊസൈറ്റി ഡയറക്ടറെ, പാൽ സൊസൈറ്റി ഡയറക്ടർ വരെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന, കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്ന, കൃത്യമായ റൂട്ട് മാപ്പ് കൊടുക്കുന്ന സംഘടനയുടെ പേരാണ് CPM. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാത്രം സ്വതന്ത്രമായ അവകാശങ്ങൾ കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് എന്നൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ശരിയാണ്. പക്ഷേ ദേവസ്വം ബോർഡ് മന്ത്രിയുടെ ഭരണ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തോടു കൂടിയാണ്. ശരിയാണ്. പക്ഷെ അത് എന്തായാലും ഇപ്പോൾ നമ്മൾ ഹൈക്കോടതി വിധി ചർച്ച ചെയ്യുന്നതുകൊണ്ട് അതിലേക്ക് ഹൈക്കോടതി എത്തിയിട്ടില്ല, ബോർഡിന്റെ തലപ്പത്ത് വരെ എത്തിയിട്ടുള്ളൂ. അത് ശരിയാണ്. പക്ഷേ സർക്കാരിനും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. കാരണം
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേട്ടവും ശബരിമലയ്ക്കുണ്ടാകുന്ന വികസന നേട്ടവും തീർത്ഥാടകർക്ക് ഒരു കുഴപ്പവും സംഭവിക്കാതെ ഒരു പരാതിയും ഇല്ലാതെ കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് സീസൺ അവസാനിച്ചു എന്നതിലും മേനി നടിക്കുന്ന ദേവസ്വം വകുപ്പിനും ദേവസ്വം മന്ത്രിക്കുമൊക്കെ ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. എച്ച് എന്നുള്ള പാരഗ്രാഫ് അതീവ നിർണായകമാണല്ലോ ശ്രീ പണിക്കർ. ഇവരെല്ലാം പറയുന്നതിന് ഇപ്പോൾ ഹസ്കറും അതുപോലെ തന്നെ കെ അനിൽകുമാർ പറഞ്ഞതിനേക്കാൾ പക്ഷേ ഹസ്കർ കുറച്ചുകൂടി കാര്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. അനിൽകുമാർ പറയുന്ന പോലെ അദ്ദേഹം പൂർണ്ണമായിട്ടും എല്ലാം നിരാകരിച്ചിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇൻഫോംഡ് ദ ബോർഡ് ദാറ്റ് അനദർ സെറ്റ് ഓഫ് ദ്വാരപാലക was kept in the strong room and suggested that handing it over would reduce cost എന്ന്. അതായത് ദ്വാരപാലക ശില്പങ്ങൾ വേറെയും ഉണ്ട് സ്ട്രോങ് റൂമിൽ, അത് എനിക്ക് തന്നാൽ അതിൽ നിന്ന് ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്തോളാം, അതുവഴി സ്വർണത്തിൻ്റെ നിരക്ക് കുറയ്ക്കുവാൻ കഴിയും, ചെലവ് കുറയ്ക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കും. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്നത് 2/10/2024 അന്ന് ആരായിരുന്നു? ഇതേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. പ്രശാന്തായിരുന്നു. പ്രശാന്ത് 2023 ബോർഡിന്റെ ചെലവല്ല, എനിക്കുണ്ടായ ചെലവ് കുറയ്ക്കാമെന്നാണ്. ദ്വാരപാലക വാസ് കെപ്റ്റ് ഇൻ ദ സ്ട്രോങ് റൂം ആൻഡ് സജസ്റ്റഡ് ദാറ്റ് ഹാൻഡിങ് ഇറ്റ് ഓവർ വുഡ് റെഡ്യൂസ് കോസ്റ്റ് എന്നുള്ളതാണ്. അത് ശരിയാണ്, കാരണം സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് ചെലവ് കുറയ്ക്കാമെന്നുള്ളതാണ്. അതിൽ അടുത്ത പാരഗ്രാഫിൽ അടുത്ത സെന്റൻസിൽ പറയുകയാണ് ഹൈക്കോടതി, ദ സീക്വൻസ് ഓഫ് ഇവന്റ്സ് അൺമിസ്റ്റേക്കബിളി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ TDB officials consciously attempted to hand over the gold cladded Dwarapalaga secretly എന്നെടുത്ത് പറയുന്നുണ്ട് to Mr. ഉണ്ണികൃഷ്ണൻ പോറ്റി in 2025 to suppress the earlier gold pilferage എന്നുള്ളതാണ്. മോഷണം എന്നാണല്ലോ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരി ശ്രീത് പണിക്കർ. നോക്കൂ മഞ്ജുഷ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ മഞ്ജുഷ് വായിച്ചത് തന്നെയാണ്. ആ കോടതിയുടെ വിധിയിൽ 2 ഭാഗത്തായിട്ട് ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. 2019 തട്ടിപ്പ് പുറത്തു പോകാതിരിക്കുന്നതിന് വേണ്ടി ഇത്തവണ വളരെ രഹസ്യമായിട്ട് ഈ പണി അന്നത്തെ സ്പോൺസറായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഏത് സ്ഥാപനത്തിലാണോ ഇത് ചെയ്തത് ആ സ്മാർട്ട് ക്രിയേഷൻസിനെയും വീണ്ടും കൊണ്ടുപോയി ഏൽപ്പിക്കുകയായിരുന്നു. അത് ഏൽപ്പിക്കുന്നത് രഹസ്യമായി നടത്തണം എന്നുള്ള ഉദ്ദേശത്തിന്റെ, സീക്രട്ടായിട്ട് ചെയ്യണം എന്നുള്ളതിന്റെ കാരണത്താലാണ് ഇവർക്ക് കൃത്യമായിട്ട് ചട്ടങ്ങളും വകുപ്പുകളും എല്ലാം അറിയാമായിരുന്നിട്ടും സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതിരുന്നത്, കോടതിയെ അറിയിക്കാതിരുന്നത്, ഇതിന് അനുമതി വാങ്ങാതിരുന്നത്, ദേവസ്വത്തിന്റെ മാനുവലിന് വിരുദ്ധമായിട്ട് അവർ പ്രവർത്തിച്ചത്, ഒപ്പം കോടതിയുടെ ഉത്തരവിനെ പോലും ലംഘിച്ചുകൊണ്ട് ഈ കാര്യം ചെയ്തത്. അതല്ലായിരുന്നുവെങ്കിൽ ഈ കാര്യത്തിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ധാരണ ഉണ്ടാകേണ്ടതാണ്. ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഏതൊക്കെ തവണ പ്രതികരിച്ചിട്ടുണ്ടോ ആ സമയത്തെല്ലാം ശ്രീ പ്രശാന്ത് പറയുന്നത് ഒരു ചെറിയ വീഴ്ച പറ്റി എന്നാണ്. അതായത് ശബരിമലയിലെ ഏറ്റവും വിലപിടിപ്പുള്ള അവിടുത്തേതായിട്ടുള്ള ദേവസ്വത്തിന്റെ സ്വർണം, ആ സ്വർണം പുറത്തു കൊണ്ടുപോകുന്നത് ഒരു ചെറിയ വീഴ്ചയാണെന്നാണ് അദ്ദേഹം ഇപ്പോഴും കരുതുന്നത്. അങ്ങനെയുള്ള ഒരാളിനെയാണ് അവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു വർഷം നടത്തിയിരിക്കുന്ന ഒരു തട്ടിപ്പിനെ മറയ്ക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ക്രിമിനൽ കോൺസ്പിറസി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ കോൺസ്പിറസിയുടെ ഭാഗമായിട്ട് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ സിറ്റിംഗ് പ്രസിഡന്റ് കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ ശ്രീ ഹസ്കർ എങ്ങനെയാണ് വന്നിട്ട് ഇത് വെറും ഒരു സൂപ്പർവൈസറി ലാബ്സ് ആണ് എന്ന് പറയുക? ഈ സൂപ്പർവൈസറി ലാബ്സിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തിന്റെ ഒരു വീഴ്ചയായിട്ട് മാത്രം കാണാൻ കഴിയുന്ന കാര്യമാണോ ഇത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കുക എന്നുള്ളത്? പിന്നെ ഈ സ്പെഷ്യൽ കമ്മീഷണർ എന്തിനാ അവിടെ? വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ സ്പെഷ്യൽ കമ്മീഷണർ. നിയമങ്ങളും ചട്ടങ്ങളും എന്തിനാണ്? അദ്ദേഹം ഒരു അഭിഭാഷകനല്ലേ. കോടതിയുടെ ഉത്തരവും ദേവസ്വം മാനുവലും എന്തിനാണ്? കോടതിയുടെ മുൻകൂറായിട്ട് അനുവാദം വാങ്ങണമെന്ന് പറയുന്നത് എന്തിനാണ്? അപ്പൊ അതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ പൊതുവെയുള്ള ആൾക്കാരുടെ സംശയം കൂടുതൽ ബലപ്പെടുക, ഗൂഢാലോചന എന്ന് പറയുന്ന അതേ ആംഗിളാണ്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി കൃത്യമായിട്ട് അന്വേഷിക്കണമെന്നും അതിനുള്ള മതിയായിട്ടുള്ള കാരണങ്ങൾ ഈ 9 പോയിന്റുകളിൽ ഉണ്ട് എന്നും കോടതി SITയോട് ഉപദേശിക്കുന്നത്. സാധാരണ ഒരു അന്വേഷണ സംഘത്തിനോട് നിങ്ങൾ ഇതിലെ ക്രിമിനൽ കോൺസ്പിറസി അന്വേഷിക്കണം എന്ന് പറയാം, പക്ഷെ അതിന് ഇന്ന കാരണങ്ങൾ ഉണ്ട് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് ഉപദേശിക്കേണ്ടുന്ന കാര്യമില്ല. അതുപോലും ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ ഉത്തരവ് നോക്കിക്കഴിഞ്ഞാൽ ശബരിമലയിൽ നടന്നത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറയാൻ 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഹൈസ്റ്റ് എന്നാണ്, രണ്ടാമത്തേത് പ്ലണ്ടറിംഗ് എന്നാണ്. എന്ന് വെച്ചാൽ കൊള്ളയും കവർച്ചയുമാണ് ശബരിമലയിൽ നടന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് കൊള്ളയും കവർച്ചയും നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് വേണം. അവിടെ തൊഴാനായിട്ട് ഇരുമുടിക്കെട്ടുമായിട്ട് 18-ാം പടി കയറി പോയിട്ട് അവിടെ നിന്നിട്ട് ഈ ശ്രീകോവിലിന്റെ സൈഡിൽ നിന്ന് ചുരണ്ടിക്കൊണ്ടു പോയ ആളല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി. വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ആരെയൊക്കെ കൈവശമാക്കണോ അവരെയെല്ലാം തന്റെ വശത്താക്കി അവർക്ക് വേണ്ടതെല്ലാം സെറ്റിൽ ചെയ്തിരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറയുന്നത് ഇതിനേക്കാൾ വലിയ ആൾക്കാരെല്ലാം വരും, എന്നെ കുരുതി കൊടുക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഇതിൽ പെടും എന്ന് അദ്ദേഹം പറയുന്നത്. ഇനി സൂപ്പർവൈസറി ലാബ്സ് മാത്രമേ പ്രശാന്തിന്റെ ഭാഗത്തുള്ളൂ എന്നൊരു വാദത്തിന് വേണ്ടി കരുതിക്കോളൂ. സൂപ്പർവൈസറി ലാബ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂപ്പർവൈസറി ലാബ്സ് ചെയ്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കോടതിയുടെ ഭാഗത്ത് നിന്ന് പരാമർശം ഉണ്ടായതിനു ശേഷവും ആ പദവിയിൽ തുടരണോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സൂപ്പർവൈസറി ലാബ്സ് ഉണ്ട് എന്ന് നമ്മൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്ന കാര്യം ചർച്ച ചെയ്യുന്ന സമയത്ത് അത് കൊടുക്കാൻ പാടില്ല എന്നല്ലേ പറയേണ്ടത്? തന്നെയുമല്ല, ഇനി നമ്മൾ പൊളിറ്റിക്കൽ ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ
അതായത് ഈ ഉദ്യോഗസ്ഥരിലോ ദേവസ്വം ഭാരവാഹികളുടെയോ അപ്പുറത്തേക്ക് നമ്മൾ സർക്കാരിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2019 കൊണ്ടുപോയ ഈ പാളികളുടെ 4.5 കിലോയുടെ ഭാരവ്യത്യാസം ഇപ്പോഴും അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഈ 4.5 കിലോ എങ്ങനെയാണ് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ട് ചെന്നൈയിൽ എത്തുന്നത് വരെ, അത് ബാംഗ്ലൂരിലും പിന്നെ ഹൈദരാബാദിലും ഒക്കെ പോയി വരുന്ന സമയത്ത് എങ്ങനെ 4.5 കിലോ കുറയും എന്ന കാര്യത്തിൽ മറുപടി ഇതുവരെ വന്നിട്ടില്ല. ആ മറുപടി പറയേണ്ടത് ദേവസ്വത്തിന്റെ കസ്റ്റോഡിയനായിട്ടുള്ള വകുപ്പ് മന്ത്രി കൂടിയാണ്. അന്ന് ആരായിരുന്നു മന്ത്രി? അന്ന് ശ്രീ കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. അതിനുശേഷം ആരും മന്ത്രിയായിട്ടുണ്ട്. അതിനുശേഷം ശ്രീ കെ രാധാകൃഷ്ണനായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ശ്രീ വി എൻ വാസവനായിരിക്കുന്നത്. നോക്കൂ, ഇന്നലത്തെ ഈ വിധിയിലും കോടതി ആവർത്തിച്ച് പറയുന്നത് കോടതിയുടെ ആദ്യത്തെ വിധിയിൽ പറയുന്ന അതേ കാര്യമാണ്. ഈ കൊടുത്തുവിട്ട ദ്വാരപാളികൾ തന്നെയാണോ തിരികെ കൊണ്ടുവന്നത് എന്ന കാര്യത്തിൽ ഗൗരവമായിട്ടുള്ള സംശയമുണ്ടെന്നാണ്, സീരിയസ് ആയിട്ടുള്ള സംശയമുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ 4.5 കിലോയുടെ വ്യത്യാസം അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അവിടെയാണ് ഇതിലെ പൊളിറ്റിക്കൽ അക്യൂസേഷൻ എന്ന് പറയുന്നത് കൂടുതൽ ബലവത്താകുന്നത്. ഇത് ധനികരായിട്ടുള്ള മറ്റാർക്കെങ്കിലും ഇത് കൊടുത്തിട്ടുണ്ടോ? ഈ 39 ദിവസത്തെ ഗ്യാപ്പ് കൊണ്ട് മറ്റെവിടെയെങ്കിലും നിന്ന് ഇതിന്റെ ഒരുപക്ഷെ ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ എടുത്തതിന് ശേഷം മറ്റൊരു ചെമ്പുപാളി ഉണ്ടാക്കിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഈ 4.5 കിലോ വ്യത്യാസം വന്നിരിക്കുന്നത്? അതുകൊണ്ടാണോ ഇത് 40 വർഷത്തെ ഗ്യാരണ്ടി കൊടുത്തതിന് ശേഷവും ഇത് പെട്ടെന്ന് 2-3 കൊല്ലം അല്ലെങ്കിൽ 4-5 കൊല്ലം കഴിയുമ്പോഴേക്ക് അതിലേക്ക് ചെമ്പ് തെളിയുന്നത്? എന്നീ കാര്യങ്ങൾ ഇവിടെ പ്രശ്നമുള്ള പ്രധാനപ്പെട്ട ശരിയാണ് ശ്രീത്, വളരെ ശരിയായ കാര്യമാണ്. ഹൈക്കോടതി സെപ്റ്റംബറിൽ പുറപ്പെടുവിച്ച 4 ഉത്തരവുകളിലും പിന്നീട് ഈ മാസം പുറപ്പെടുവിച്ച 2 ഉത്തരവുകളിലും ഈ കാര്യമെല്ലാം ആവർത്തിച്ച് ചോദിക്കുകയാണ്. 2019 എങ്ങനെ ഇത്തരമൊരു വലിയ തട്ടിപ്പ് നടന്നു, അതുപോലെ ഇപ്പോൾ 2025 സമാന തട്ടിപ്പ് തന്നെ ആവർത്തിച്ചത് എങ്ങനെയാണ്? അതായത് 2019 കള്ളത്തരം അല്ലെങ്കിൽ മോഷണം മൂടിവെക്കുന്നതിന് വേണ്ടി 2025 രഹസ്യമായ ചില നീക്കങ്ങൾ നടന്നു എന്നുള്ള കാര്യവും ഹൈക്കോടതി ഉത്തരവിന്റെ ഭാഗമാക്കിയിരിക്കുകയാണ്. ഇനി ഉത്തരം പറയേണ്ടത് PS പ്രശാന്താണ്. ആ സ്ഥാനത്ത് തുടരണോ അതോ രാജിവെച്ച് ഒഴിയണോ എന്ന്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രതിയാക്കണമെന്ന് 92% പ്രേക്ഷകർ. വേണ്ടിവരെ അവസാനിക്കുകയാണ്. നന്ദി.